എൻ്റെ പേര് സെബിൻ, ഡോക്ടർ സെബിൻ, മെഡിക്കൽ കോളേജിലാണ്. ഞാൻ എൻ്റെ PG ചെയ്തത് വെല്ലൂരാണ്. 2010 മുതൽ ഗവൺമെൻറ് സർവീസിലുണ്ട്. 2016 മുതൽ 19 വരെ 3 കൊല്ലം ആലപ്പുഴയിൽ ട്രാൻസ്ഫറായി. ഇത് കൂടാണ്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലൊരു ലഹരി വിരുദ്ധ ക്ലബ്ബുണ്ട്. 2014 മുതൽ അത് സ്റ്റാർട്ട് ചെയ്തു. എക്സൈസിൻ്റെ ഒരു ഓഫീസർ വന്നു. സാധാരണ സ്കൂൾ ലെവലിലാണ് അത് ഉണ്ടായിരുന്നത്. ആദ്യമായിട്ടൊരു മെഡിക്കൽ കോളേജിൽ ലഹരി വിരുദ്ധ ക്ലബ്ബ് തുടങ്ങി. ഇപ്പോൾ തിരിച്ച് ഞാൻ ട്രാൻസ്ഫറായിട്ട് വന്നിട്ട് അത് വീണ്ടും ആക്റ്റീവ് ആക്കാൻ ശ്രമത്തിലാണ്. അത് ഞാൻ എൻ്റെ ഡെസിഗ്നേഷൻ്റെ ഭാഗമായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഞങ്ങൾക്കൊരു ഇന്ത്യൻ സൈക്യാട്രിക് സൊസൈറ്റി ഉണ്ട്. കേരളത്തിൻ്റെ അല്ല, ഇന്ത്യൻ സൈക്യാട്രിക് സൊസൈറ്റി. ഇന്ത്യയിൽ ഏതാണ്ട് 4,000-5,000 സൈക്യാട്രിസ്റ്റുമാരുണ്ട്. കേരളത്തിൽ ഏതാണ്ട് 300-400 പേരുണ്ട്. ഒരുപാട് സൈക്യാട്രിസ്റ്റുമാരുള്ള സ്ഥലമാണ് കേരളം. പലരും ഇവിടെ നിന്നൊക്കെ സൈക്യാട്രി കഴിഞ്ഞ് വെളിയിലോട്ട് പോവാണ് ചെയ്യാറ്. കാരണം മറ്റ് രാജ്യങ്ങളിൽ ജോലി കിട്ടാൻ എളുപ്പമുള്ളൊരു സ്പെഷ്യാലിറ്റി സൈക്യാട്രിയാണ്. എന്തുകൊണ്ടാണെന്ന് തോന്നുന്നു? സ്പെഷ്യാലിറ്റി ഇപ്പം നമ്മൾ MBBS കഴിഞ്ഞിട്ട് നമുക്ക് പല സ്പെഷ്യലൈസേഷൻ ഉണ്ട്. നമുക്ക് സർജറി എടുക്കാം. സർജറി കഴിഞ്ഞിട്ട് നമുക്ക് MS കാർഡിയോ സർജൻ അല്ലെങ്കിൽ ഗ്യാസ്ട്രോ സർജൻ അങ്ങനെ പോവാം. അല്ലെങ്കിൽ MD കഴിഞ്ഞിട്ട് കാർഡിയോളജിസ്റ്റ്, ന്യൂറോളജിസ്റ്റ്, ഒഫ്താൽമോളജിസ്റ്റ്, അങ്ങനെ പല സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. പക്ഷേ നമ്മൾ വെളിയിൽ പോയി ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ എളുപ്പമുള്ളൊരു സ്പെഷ്യാലിറ്റിയാണ് സൈക്യാട്രി. അതാണ് യാഥാർത്ഥ്യം. UK യിലും ഓസ്ട്രേലിയയിലൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ഓപ്ഷൻസാണ്. അവിടെ പോയാൽ ജോലി കിട്ടാൻ എളുപ്പമാണ്. പക്ഷേ സർജറി ഒന്നും അവിടെ കിട്ടത്തില്ല. US ലൊക്കെ പോയിട്ട് സർജറി കാരണം ഭയങ്കര കോമ്പറ്റീഷൻ ആയിരിക്കും. എന്തുകൊണ്ട് ആണെന്ന് തോന്നുന്നു? ആൾക്ക് അസുഖങ്ങളും മാനസിക രോഗം കൂടുതലാണ്. ആണോ? UK യിലും ബ്രിട്ടനിലും ഓസ്ട്രേലിയയിലും ഒക്കെ മാനസിക രോഗം ഉള്ള ആൾക്കാർ കൂടുതലാണെന്ന് തോന്നുന്നുണ്ടോ? അവർ രോഗമായിട്ട് കാണുന്നു, അതുകൊണ്ട് അവർ ഡോക്ടർമാരെയും എനിക്ക് തോന്നുന്നു പൊളിറ്റിക്കലി എന്താ പറയുക കറക്റ്റായ രീതിയിൽ ഉത്തരം പറഞ്ഞുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ. മൊത്തത്തിൽ ആൾക്കാർക്ക് വേണ്ടാത്തൊരു സ്പെഷ്യാലിറ്റിയാണ് സൈക്യാട്രി. തോന്നുന്നുണ്ടോ? എല്ലായിടത്തും, ഇവിടെയല്ല അബ്രോഡും. പൊതുവെ ഇപ്പം നമ്മൾ PG എൻട്രൻസ് ആണല്ലോ. അപ്പോൾ MBBS കഴിഞ്ഞ് നമ്മൾ എൻട്രൻസ് എഴുതി ടോപ്പ് റാങ്ക് കിട്ടുന്ന ആൾക്കാരൊക്കെ ഒന്നെങ്കിൽ റേഡിയോ ഡയഗ്നോസിസ്, അല്ലെങ്കിൽ പീഡിയാട്രിക്സ്, അല്ലെങ്കിൽ മെഡിസിൻ അങ്ങനെ എടുക്കുന്നത്. അപ്പോൾ ആ റാങ്ക് പ്രകാരം താഴോട്ട് വരുന്ന ആൾക്കാരാണ് പലപ്പോഴും സൈക്യാട്രി ചൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സൈക്യാട്രി അല്ലെങ്കിൽ സൈക്കോളജി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾ പലരും, ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പം ഈ റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് മനഃശാസ്ത്രം എന്നൊക്കെ പറഞ്ഞ വാരികളുണ്ടായിരുന്നു. ഇപ്പോൾ അത് കാണുന്നില്ല. ഇപ്പോൾ വല്ലതും ഉണ്ടോ അതേപോലത്തെ സൈക്യാട്രി മാത്രമുള്ള വാരിക? പണ്ട് അത് റെയിൽവേ സ്റ്റേഷനിൽ കിട്ടുമായിരുന്നു. മനഃശാസ്ത്രം, അതിനകത്ത് മൊത്തം സൈക്കോളജി കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പിന്നെ ഉള്ളത് വനിതയിലൊക്കെ നമ്മുടെ CJ ജോൺ സാർ എഴുതുന്നുണ്ട്. വനിത തന്നെയാണെന്ന് തോന്നുന്നു. CJ ജോൺ സാർ കേട്ടിട്ടുണ്ടോ? എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിലെ സൈക്യാട്രിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ വരുന്ന എക്സ്പീരിയൻസസ് അങ്ങേര് എഴുതും. വായിക്കാൻ രസമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സൈക്കോളജി വായിക്കാൻ എനിക്കിഷ്ടമായിരുന്നു. സൈക്കോളജി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ സൈക്യാട്രിസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതും സൈക്കോളജി ഇഷ്ടപ്പെടുന്നതും കുറച്ച് വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ, ഇപ്പോൾ നമ്മൾ പലരും, എൻ്റെ സ്റ്റുഡൻസ് പലരും പറഞ്ഞാൽ അവർക്ക് സൈക്യാട്രി എടുക്കണമെന്ന് വീട്ടിൽ പറയുമ്പോൾ അച്ഛനും അമ്മയും സമ്മതിക്കില്ല. നീ വേണമെങ്കിൽ മെഡിസിൻ എടുത്തോ അല്ലെങ്കിൽ സർജറി എടുത്തോ, എന്തിനാ സൈക്യാട്രി ഒക്കെ എടുക്കുന്നത്, പെണ്ണ് കിട്ടൂല, അങ്ങനെ പല കമൻറ്റുകളായിരിക്കും കേൾക്കുക. അപ്പോൾ ഈ ഒരു കാര്യം, ഇതിൻ്റെ പുറകിലുള്ളത് ഒരു സ്റ്റിഗ്മയാണ്. സ്റ്റിഗ്മ എന്ന് കേട്ടിട്ടുണ്ടോ? ഏത് സിനിമ? മണിച്ചിത്രത്താഴിനകത്ത് നല്ല ഡയലോഗുകളല്ലേ? അവസാനം പറയുന്നതാണോ? അങ്ങനെ പറയുന്നുണ്ടല്ലേ? ശരിക്കും പറഞ്ഞാൽ സൈക്യാട്രിസ്റ്റുമാരുടെ യശസ് ഉയർത്തിയൊരു സിനിമയാണ് മണിച്ചിത്രത്താഴ്. അദ്ദേഹം എന്താ പറയുക, ഒരു കൃത്യമായല്ല, ഒരു സാധാരണ ഈ സൈക്യാട്രിക് ഡയഗ്നോസൊക്കെ കടിച്ച പൊട്ടാത്ത ഡയഗ്നോസൊക്കെ ആയിരിക്കും പറയുക, ഡിക്ഷണറിയിലില്ലാത്ത. പക്ഷേ പുള്ളി ഒരു സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊരു ഡയഗ്നോസൊക്കെയാണ് പറഞ്ഞത്. കുറച്ചുകൂടെ റിയലിസ്റ്റിക്, യാഥാർത്ഥ്യത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഈ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി. പക്ഷേ പ്രാക്ടിക്കലി ഞങ്ങൾ കാണാത്തൊരു സാധനമാണ്.
ഒരുപാട് ബോളിവുഡ് ഹോളിവുഡ് സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, ഈ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി, മീ മൈസെൽഫ് ആൻഡ് ഐറീൻ, അങ്ങനെ കുറേ എണ്ണമുണ്ട്. പക്ഷേ ഇത് യാഥാർത്ഥ്യത്തിൽ ഞാൻ പഠിച്ച സ്ഥലങ്ങളിലെ എൻ്റെ പ്രൊഫസർമാരോ ഈ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റീനെ കണ്ടിട്ടില്ല. നമുക്ക് കേസ് കാണാറില്ല, ഇതൊക്കെ പുസ്തകത്തിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരാൾ ടോട്ടലി വേറൊരു പേഴ്സണാലിറ്റി ആയിട്ട് കുറേ കാലം ജീവിക്കുന്നു, മറ്റേ പേഴ്സണാലിറ്റി യാതൊരു ഓർമ്മയില്ല. ദാറ്റ് ഈസ് ഓൺലി ഇൻ ബുക്സ്. പക്ഷേ വായിക്കാൻ നല്ല രസമാണ്, അതുകൊണ്ട് സിനിമയൊക്കെ ഉണ്ട്. ലൂസിഡ് ഇൻ്റർവെൽ ഒരു ട്രാൻസിയൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ ഒരു ബ്രെയിൻ ഹെഡ് ഇഞ്ചുറിയിൽ വരുന്ന സംഭവമാണ് ലൂസിഡ് ഇൻ്റർവെൽ. ഇപ്പോൾ എനിക്ക് ഹെഡ് ഇഞ്ചുറി ഉണ്ടായി, ഇൻട്രാക്രേനിയൽ ബ്ലീഡ് ഉണ്ട്. പക്ഷേ ഇൻട്രാക്രേനിയൽ ബ്ലീഡ് ഒരു ഇൻട്രാക്രേനിയൽ പ്രഷർ കൂട്ടി ബ്രെയിൻ ഫങ്ഷനെ ബാധിക്കുമ്പം മാത്രമേ എൻ്റെ കോഗ്നിഷൻ പോവുള്ളൂ. ആ സമയത്ത് വേറെ പേഴ്സണാലിറ്റി മാറുന്നൊന്നുമില്ലല്ലോ, ഞാൻ തന്നെ ആയിരിക്കും. ബിഹേവിയർ എങ്ങനെ മാറും? ഇല്ല. ലൂസിഡ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ്, പക്ഷേ എൻ്റെ തലയ്ക്കകത്ത് ബ്ലീഡിങ് ഉണ്ട്, അത് സ്കാൻ ചെയ്താലേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഹെഡ് ഇഞ്ചുറി ഉണ്ടായി, പിന്നെ ആ ബ്ലീഡിങ് കൂടി, അതിൻ്റെ ഇടയ്ക്കുള്ള പീരീഡ് ഐ മേ ബി നോർമൽ, പക്ഷേ ഞാൻ തന്നെയാണ്, എൻ്റെ പേഴ്സണാലിറ്റി മാറുന്നില്ല. ഞാൻ ഇന്ന് നമ്മുടെ വാട്സാപ്പാണല്ലോ നമ്മുടെ ഗുരു, അപ്പോൾ അതിലൊരു പോസ്റ്റ് കണ്ടതാ. ഒരാൾ ടൈറ്റ് ജീൻസും ഇട്ടിട്ട് 6 മണിക്കൂറോ 7 മണിക്കൂറോ എങ്ങാണ്ട് കാറ് യാത്ര ചെയ്തു. അപ്പോൾ ആളിന് അതിന് ശേഷം കാല് വേദന, എന്നിട്ട് ആൾ ബോധം കെട്ട് വീണു. ആക്ച്വലി സ്ട്രോക്ക് വന്നു. എന്തുകൊണ്ടാണ്? ഈ ടൈറ്റ് ജീൻസ് ഇട്ട് അനങ്ങാണ്ട് 8 മണിക്കൂർ യാത്ര ചെയ്തപ്പം അയാളുടെ കാലിൽ ഏതോ ഒരു ബ്ലഡ് വെസൽ കംപ്രസ്ഡായി. അപ്പോൾ അവിടെ ക്ലോട്ട് ഫോം ചെയ്തു. ആ ക്ലോട്ട് പോയിട്ട് ബ്രെയിനിനെ എഫക്റ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ പ്ലെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പറയുമല്ലോ അനങ്ങാണ്ടിരിക്കരുത്, കാലനങ്ങണം. അപ്പോൾ ആക്ച്വലി ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്നത് ഭയങ്കര ഒന്നിനും നല്ലതല്ല. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, ആക്ച്വലി കണ്ടിന്യൂസ് സിറ്റിംഗ് ഈ പുകവലി പോലെ ഒരു ആരോഗ്യത്തിന് ഹാനികരമായ ഒന്നാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ചെയ്യുന്നത്, ഞാൻ വലിയ വില കൊടുക്കേണ്ടി വന്ന ഒരാളാണ്. ഇൻ ദ സെൻസ് എൻ്റെ സ്പെഷ്യാലിറ്റി ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ സംസാരിക്കുന്ന സ്പെഷ്യാലിറ്റി. അപ്പോൾ ഞാൻ മെഡിക്കൽ കോളേജിൽ ഒരു ആവറേജ് 100 പേഷ്യൻസ് വരും ഒരു ദിവസം. അപ്പം 100, പക്ഷെ നമ്മൾ 3-4 പേരുണ്ടാവും. അപ്പോൾ നമ്മൾ രാവിലെ 8 മണിക്ക് കയറി കഴിഞ്ഞാൽ 1 മണി വരെ ഒറ്റ ഇരിപ്പാണ്. അത് ഞങ്ങളുടെ പ്രശ്നം. ഇപ്പോൾ സർജറി, ഓർത്തോ, ഫിസിഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് എഴുന്നേറ്റ് നിന്ന് എക്സാമിനൊക്കെ ചെയ്യാം. എനിക്ക് എഴുന്നേറ്റ് നിന്ന് അവിടെ ബെഡിൽ കിടത്തി, അപ്പോൾ എന്തൊരു മൂവ്മെൻ്റ് ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് എഴുന്നേറ്റിരിക്കാനൊന്നുമില്ല. അപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ച് ഈ പറഞ്ഞ മെഡിക്കൽ കോളേജുകളിലെ കസേരയിൽ ഇരുന്നിരുന്നിരുന്ന് എൻ്റെ നടുവിന് ഡിസ്ക് പ്രൊലാപ്സ് വന്നു. 2019 ഡിസ്ക് പ്രൊലാപ്സ് സർജറി ഒക്കെ ചെയ്യേണ്ടി വന്നു. അതിനുശേഷം ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈൽ മാറ്റിയിരിക്കുന്നത്, ഞാൻ വീട്ടിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് മേശപ്പുറത്ത് ഒരു കസേര വെച്ച് അതിൻ്റെ പുറത്താണ്. ഞാൻ ഇരിക്കില്ല, നിന്നുകൊണ്ടാണ് കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്യുന്നതൊക്കെ. ഇരുന്ന് ഒഴിവാക്കാൻ. എൻ്റെ ഒ പിയിൽ ഞാൻ കുറേ നേരം ഇരിക്കില്ല, കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ എഴുന്നേറ്റ് നടക്കും. അപ്പോൾ ഒട്ടും നല്ലൊരു സംഭവമല്ല ഇരുത്തം. അപ്പോൾ നടക്കുന്നത് ആണ് എപ്പോഴും ബോഡിക്ക് നല്ലത്. ഞാൻ എവിടേക്കോ പറഞ്ഞു. നമ്മൾ തുടങ്ങി എന്തിലായിരുന്നു? ഇങ്ങോട്ടൊക്കെ വരാൻ കാരണം സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി. അതില്ല, അങ്ങനെ ഒരു സംഭവം ലിറ്ററേച്ചറിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് പൊസഷൻ സ്റ്റേറ്റ് ഉണ്ട്. നിങ്ങൾ ഈ അമ്പലത്തിലൊക്കെ ചിലപ്പോൾ ബാധ കയറി എന്ന് പറഞ്ഞു വരും. അത് ഒരു സോഷ്യോ കൾച്ചറൽ ഒരു കാര്യം ഹിപ്നോസിസ് പോലെയാണ്. നമ്മുടെ സോഷ്യോ കൾച്ചറൽ ബിലീഫിനകത്ത് ഇരിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ ആ ഒരു സമയത്ത് ഒരു സജഷൻ പോലെ ഇങ്ങനെ മാറുന്നതാണ്. അതും ട്രാൻസിയൻ്റ് ആണ്, കണ്ടിന്യൂസ് ആയിട്ട് മാറത്തില്ല. കുറച്ച് നേരം അങ്ങനെ സംസാരിക്കും, തിരിച്ചു വരും. പിന്നെ ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ എന്നൊക്കെ പറഞ്ഞ് ഉണ്ട്. പക്ഷേ തിങ് ഈസ് ദാറ്റ് ഞങ്ങൾ പ്രാക്ടിക്കലി കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞു, ഞാൻ വെല്ലൂരാണ് പഠിച്ചത്, എൻ്റെ ഒരു പ്രൊഫസർമാരും കണ്ടിട്ടില്ല. വെല്ലൂർ അത്യാവശ്യം നല്ലൊരു സൈക്യാട്രിക് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇതൊക്കെ പക്ഷേ ലിറ്ററേച്ചറിലുണ്ട്, മേ ബി ലോകത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇത് ഇതല്ല, സ്ലൈഡ് ഷോ അല്ല വന്നേക്കണേ, സ്പ്ലിറ്റ് ഇതല്ല വന്നേക്കണേ, ഫുൾ സ്ക്രീനായിട്ട് ഞാൻ ഇടണം. പ്രസൻറ്റേഷൻ ഇതാണ് പ്രസൻറ്റേഷൻ. എന്തായാലും കുഴപ്പമില്ല. ഈ സിനിമ കണ്ടോ? ഇഷ്ടപ്പെട്ടോ? ജയ് ഭീം എന്ന് പറഞ്ഞ സിനിമയാണ്. ആരാ കണ്ടത്? മാഡം കണ്ടിട്ടുണ്ടല്ലേ? ഇത് പോയിന്റർ ഉണ്ടായിരിക്കും. ഇദ്ദേഹം ഈ സിനിമയിലെ ആ സിനിമയിലുണ്ടോ? ഇദ്ദേഹം അത് കാണുന്നില്ല. അല്ല, ആ സിനിമയിലുണ്ടോന്ന് ചോദിച്ചേ. കണ്ടില്ല ആ സിനിമയിൽ അദ്ദേഹം? ഇയാളെ ജയസൂര്യ അല്ല, മറ്റേ ആള്.
അതെ അതെ, അറിയാമെന്ന് ചോദിച്ചേ. അത് ആ സിനിമയിലുള്ള ആളല്ല, ഇതാ ആ പോസ്റ്റർ അങ്ങനെ മോഡിഫൈ ചെയ്താണ്. ഇദ്ദേഹമാണ് ജസ്റ്റിസ് ചന്ദ്രു. ജസ്റ്റിസ് ചന്ദ്രുവിൻ്റെ കഥയാണ് ജയ് ഭീം. അടിപൊളി സിനിമയാണ്. എനിവേ, അത് ഈസ് അബൌട്ട് പോലീസ് ബ്രൂട്ടാലിറ്റി അല്ലേ? സിനിമയുടെ തീം മനസ്സിലാക്കിയവർക്കറിയാം. അതേപോലെ ഈ സിനിമ അവസാനത്തെ ഡയലോഗുകളിലുണ്ട് പോലീസും ലോയും. ഇപ്പം പയസ് സാറിനെ ഞാൻ പരിചയപ്പെട്ടു. പയസ് സാർ അവിടെയുണ്ട്. ഇപ്പം പോലീസും ലോയും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ചെയ്യാവുന്ന കാര്യങ്ങളുടെ ഒരു എക്സാമ്പിൾ എന്ന രീതിയിലാണ് അവസാനം പറയുന്നത്. പിന്നെയും പുറകോട്ട് പോയോ? അടുത്ത സ്ലൈഡ് വന്നാലല്ലേ പറയാൻ പറ്റുള്ളൂ. അടുത്ത സ്ലൈഡ് കുറിപ്പ് കണ്ടോ? കാണാൻ നിങ്ങളെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് കുറിപ്പ് കാണാൻ അനുവദിപ്പിക്കുന്നില്ല? അങ്ങനെയൊന്നുമില്ല. വേറൊരു ഇപ്പോൾ എനിക്ക് തോന്നുന്നു ബോളിവുഡിൽ ഇറങ്ങിയ സിനിമയാണ് സൂര്യവംശി. അക്ഷയ് കുമാറിൻ്റെ അത് ഇറങ്ങിയോന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും അതിൻ്റെ പാട്ടൊക്കെ ഇറങ്ങി. അതിൽ ഒരു പാട്ടാണ് ടിപ്പ് ടിപ്പ് ബർസ പാനി. അതിങ്ങനെ യൂട്യൂബിൽ വൈറലായിട്ട് പോകുന്നുണ്ട്. ഈ രണ്ട് സിനിമയും പോലീസ് സിനിമകളാണ്. ഫുൾ പോലീസാണ് അതിൻ്റെ. ഇപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ എനിക്കോട് ഞാൻ നേരത്തെ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി മണിച്ചിത്രത്താഴൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ സിനിമയിൽ പലപ്പോഴും വരുന്ന ഒന്നാണ് സൈക്യാട്രിസ്റ്റും മാനസിക രോഗവും. അതുപോലെ തന്നെ സിനിമയിൽ വരുന്ന ഒരു സംഭവമാണ് പോലീസ് ഇല്ലേ? ഒരു പോലീസ് ഒരു ആക്ഷനായി പല പോസിബിലിറ്റീസ് ഉണ്ട്. പക്ഷേ ഈ രണ്ട് സിനിമ നോക്കുകയാണെങ്കിൽ ഒരെണ്ണം പോലീസ് ഹീറോ ആണെങ്കിൽ, ഈ സൂര്യവംശിയിൽ അക്ഷയ് കുമാർ പോലീസ് ഹീറോ ആണ്. മറ്റേ അടുത്ത് ഞാൻ സിനിമ കണ്ടില്ല കുറുപ്പ്, പക്ഷേ കുറുപ്പാണോ ഹീറോ? കാരണം ദുൽഖർ സൽമാൻ കുറുപ്പിനെ അവതരിപ്പിക്കുമ്പോൾ ഹീറോ ആവാനാണ് സാധ്യത അല്ലേ? ആണോ? അത് ഇനി ആ വില്ലൻ തന്നെയാണോ? എനിക്കറിഞ്ഞൂടാ. എന്തായാലും പോലീസിൻ്റെ നേരെ എന്താ പറയുക, കൗണ്ടർ ബാലൻസ് പോലെയാണ് കള്ളന്മാർ വരുന്നത് അല്ലേ? നിങ്ങളുടെ ഓപ്പോസിറ്റ് ഫോഴ്സ് ആണല്ലോ അല്ലേ? ആരും കഥ പറയേണ്ട ആൾക്കാർ പോയി കണ്ടോട്ടെ. ഇപ്പം നെറ്റ്ഫ്ലിക്സ് സീരീസുകൾ, നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം അങ്ങനത്തെ കുറേ സീരീസുകൾ കാണുന്ന ഒരു ട്രെൻഡ് വന്നിട്ടുണ്ട്. TV ഓൺലൈൻ സീരീസ് ഏതാ അതെനിക്ക് അറിഞ്ഞൂടാ. ഈ വേറെ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ഇംഗ്ലീഷ് സീരീസ് ഏതാണെന്നറിയാമോ? മണി ഹീസ്റ്റ് അല്ലേ? കണ്ടിട്ടുണ്ടോ ആൾക്കാർ? മണി ഹീസ്റ്റ്, HEIST എന്ന് പറഞ്ഞാൽ ഒരുതരം ആസൂത്രിതമായ മോഷണമാണ് ഹീസ്റ്റ്. അപ്പം അത് ഇത്രയും പോപ്പുലർ. ബേസിക്കലി അതിനകത്ത് എന്താ സംഭവിക്കുന്നത്? കുറേ ആൾക്കാരും കൂടി എങ്ങനെ ഒരു ബാങ്ക് കൊള്ളയടിക്കാം, എങ്ങനെ ഒരു ക്രൈം നടത്താം എന്നത് വളരെ പ്ലാൻഡ് ആയിട്ട് ചെയ്യണം. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അവർ നമ്മളൊരു ഓപ്പറേഷൻ, മിലിറ്ററി ഓപ്പറേഷൻ പ്ലാനിങ് ഒക്കെ നമ്മൾ അങ്ങനെ കണ്ടിട്ടുള്ളൂ. അങ്ങനെ വളരെ വിശദമായിട്ട് മാപ്പൊക്കെ വരച്ച്. ഇതൊക്കെയാണ് യുവാക്കളുടെ ഹരം. അപ്പം നിങ്ങൾക്ക് പണി കൂടാൻ പോവാണ്. അപ്പം ഈ പറഞ്ഞ ഈ മണി ഹീസ്റ്റൊക്കെ കണ്ടിട്ട് ഒരു ക്രൈം ചെയ്യണമെങ്കിൽ ആദ്യം അതിനെക്കുറിച്ച് പഠിക്കണം. ഇപ്പോൾ ഒരു ബാങ്ക് ആണെങ്കിൽ ആ ബാങ്കിൻ്റെ ലൊക്കാലിറ്റി മുഴുവൻ മനസ്സിലാക്കണം. ആ ബാങ്കിൽ എത്ര മണിക്ക് വരുന്നു, എപ്പോൾ പോകുന്നു, ഇതൊക്കെ പഠിക്കണം. ഇതൊക്കെ സിസ്റ്റമാറ്റിക്കായിട്ട് ഈ സംഭവം കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. ഇപ്പോൾ പണ്ടത്തെ പോലെ ആയിരിക്കത്തില്ല. നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ക്രിമിനൽസ് കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആവാൻ സാധ്യതയുണ്ട്. പുതിയ മോഡേൺ ടെക്നോളജി ഉപയോഗിക്കാം. അപ്പോൾ അതേപോലെ എനിക്ക് നേരത്തെ ഇപ്പോൾ സാറ് പറഞ്ഞു നിർത്തിയത്, സുബൈർ സാറ് പറഞ്ഞു നിർത്തിയ കൊളാബറേഷൻ. നിങ്ങൾ കുറേ ആൾക്കാരുടെ കൊളാബറേഷൻ പറഞ്ഞു ഇല്ലേ? നിങ്ങൾക്ക് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പാണ് ഞങ്ങളും സൈക്കോളജിസ്റ്റുമാരും. ഞങ്ങളുടെ സ്പെഷ്യാലിറ്റി ഈ ഹ്യൂമൻ സൈക്കോളജിയാണ്. അതിൽ നിന്ന് ഞങ്ങൾക്ക് ചില പുതിയ സയൻറ്റിഫിക് അഡ്വാൻസസ് പറഞ്ഞുതരാൻ പറ്റും. ഒരു എക്സാമ്പിൾ, കൈനോട്ടം അറിയാലോ? അതിൻ്റെ പുറകിൽ എന്തെങ്കിലും സയൻസ് ഉണ്ടോ? ഈ കൈനോട്ടത്തിൻ്റെ പുറകിൽ എന്തോന്നു സാർ? ഈ കൈനോട്ടത്തിൻ്റെ പുറകിൽ എന്തെങ്കിലും ശാസ്ത്രമുണ്ടോ, സയൻസ് ഉണ്ടോ? ഞാൻ സംസാരിക്കുന്നത് സയൻസിൻ്റെ ബേസിസിലായിരിക്കും. ഞാൻ സയൻസിൽ വിശ്വസിക്കുന്നു. ഞാൻ പറയുന്ന എന്ത് വേണമെങ്കിലും സയൻസിൻ്റെ ബേസിൽ നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാം. ഈ കൈനോട്ടത്തിൻ്റെ പുറകിൽ എന്തെങ്കിലും ഒരു ശാസ്ത്രീയത, സയൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഒന്നുമില്ല. ഞാനിപ്പോൾ സാറിൻ്റെ കൈ അതിൻ്റെ പുറകിലുള്ള സയൻസ് എന്താണെന്ന് ചോദിക്കുന്നത്. ഇപ്പം ഞാൻ സാറിൻ്റെ കൈ ഇങ്ങനെ നോക്കുകയാണ്. ഞാനിങ്ങനെ സാറിൻ്റെ കൈ നോക്കിയിട്ട് 2 കൈ ഉപയോഗിക്കേണ്ടി വരും. എന്നിട്ട് ഞാനിങ്ങനെ റീഡ് ചെയ്യും. സാറിനോട് കുറേ കാര്യങ്ങൾ ചോദിക്കുന്നു.
ഈ പ്രോസസ്സിൽ സയൻറ്റിഫിക് മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് സാറിൻ്റെ മനസ്സിൽ എന്താണ് എന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും മാർഗങ്ങൾ ഉണ്ടാകാമോ? സയൻറ്റിഫിക് മെത്തേഡ്സ് ഉപയോഗിച്ച് ആർക്കെങ്കിലും എന്താണ് കയ്യിലെ വൈബ്രേഷൻ എങ്ങനെ ഉണ്ടാവും? എന്ത് മാറ്റം വരും? വൈബ്രേഷൻ അല്ല, എന്ത് ചേഞ്ച്? അല്ലല്ല, കയ്യിൽ എന്താ ചേഞ്ച്? ഗാൽവാനിക് സ്കിൻ റെസ്പോൺസ്, GSR. ഇതാണ് ഒന്ന് ലൈറ്റ് ഡിറ്റക്ഷനിൽ ഉപയോഗിക്കണേ. ഈ കൈയുടെ ഉൾവെള്ളയിലെ ടെമ്പറേച്ചറിൽ സ്ലൈറ്റ് ആയിട്ട് മാറ്റം വരും. ഓട്ടോണോമിക് സിസ്റ്റം ആണത്. ഈ ഓട്ടോണോമിക് സിസ്റ്റം നമുക്ക് വേണമെന്ന് വെച്ചാൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതല്ല. ഇപ്പം എൻ്റെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത് ഓട്ടോണോമിക് നെർവ് സിസ്റ്റത്തിൻ്റെ കൺട്രോളിലാണ്. എൻ്റെ ബ്രീത്തിങ് കുറേ ബേസിക്കലി ഓട്ടോണോമിക്കാണ്. നമുക്ക് ശ്വാസം പിടിച്ചു വയ്ക്കാൻ പറ്റുന്ന ഒരു പരിധിയുണ്ട്, ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ ആ സിസ്റ്റമാണ് ഗാൽവാനിക് സ്കിൻ റെസ്പോൺസ് മീഡിയേറ്റ് ചെയ്യുന്നത്. അതൊന്ന്. വേറെ എന്ത് ഫീൽ ചെയ്യാൻ പറ്റും? കൈ ഫീൽ ചെയ്താൽ കൈ ഓക്കെ ഫൈൻ. അത് ഒരു ഒബ്സർവേഷൻ. നമ്മൾ ഷെർലോക്ക് ഹോംസ് ഒക്കെ വായിക്കുന്ന പോലെ നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ തല തഴമ്പുണ്ടോ? നമ്മൾ മറ്റേ തൊണ്ടി മുതലും ദൃക്സാക്ഷിയിലുമാണ് പൊറോട്ട അടിക്കുന്ന കയ്യിലല്ലോ എന്ന് മനസ്സിലായതല്ലേ? അപ്പം ഒബ്സർവേഷൻ, നോളജും അതൊക്കെ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. വേറെ എന്ത് ഫീൽ ചെയ്യാൻ പറ്റും? കയ്യിൽ വേറെ എന്ത് ഫീൽ ചെയ്യാൻ പറ്റും? പൾസ്. ഞങ്ങൾ ഡോക്ടർമാർ പൾസ് നോക്കുന്ന കയ്യിലാണ്. ഞങ്ങളിങ്ങനെ ഇവിടെ നോക്കിയിട്ട് ഇതിൽ നിന്നാണ് നമ്മൾ പൾസ് ഫീൽ ചെയ്യുന്നത്. ഇപ്പം ഈ പൾസ് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് ആളുടെ ഹൃദയം ഇടിപ്പ് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്ന് മനസ്സിലാൻ പറ്റും. ഇപ്പം ഞാൻ ഈ പൾസ് ഇങ്ങനെ നോക്കിയിട്ട് ഗാൽവാനിക് സ്കിൻ റെസ്പോൺസ് നോക്കുന്നുണ്ട്, ഞാൻ പൾസും ഉണ്ട്. അല്ല, ഞാൻ പറയുമോ, ഞാൻ അതിൻ്റെ സയൻസ് പറയുമോ? ഇത് ഈ കഴിവുണ്ടെങ്കിൽ ഞാനിപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, സാറിൻ്റെ മാരേജ് അത്ര നല്ലതല്ല അല്ലേ, സാറിൻ്റെ വൈഫുമായിട്ട് ചെറിയ പ്രശ്നങ്ങളുണ്ടല്ലോ. ഇത് ഞാൻ പറയുമ്പം പുള്ളിക്ക് ശരിക്കും ഈ പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ വ്യത്യാസം വരും. സോ ബേസിക്കലി ദിസ് ഈസ് കമ്മിങ് ഫ്രം സയൻസ്. ഇതേപോലെ നമ്മൾ മുഖത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മുഖത്തുനിന്ന് കിട്ടുന്ന ക്ലൂ എവിടെ നിന്നായിരിക്കും? കണ്ണിൻ്റെ എവിടെ? ഏതാ? റെറ്റിനൽ മൂവ്മെൻറ്റോ? പ്യൂപ്പിൾ. കണ്ണിൻ്റെ കൃഷ്ണമണിയും ഇതേപോലെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റമാണ്. ഇപ്പം ഞാൻ എക്സൈറ്റഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ദേഷ്യമോ വിഷമോ അങ്ങനെയുള്ള ഇമോഷൻസ് വന്നാൽ എൻ്റെ പ്യൂപ്പിൾ ചെറുതായിട്ട് വികസിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ നിങ്ങളിങ്ങനെ എങ്ങനെയാണോ വെച്ചാൽ എനിക്കറിയാം, ഫോറിൻ സിനിമകളിലൊക്കെ നമ്മൾ കാണുമ്പം ഇൻ്റർവ്യൂ ചെയ്യുമ്പം ഈ ആരെയാണോ ഇൻ്റർവ്യൂ ചെയ്യുന്നത് അയാളുടെ മുഖത്തേക്ക് വളരെ പവർഫുൾ ലൈറ്റ് അടിക്കും. ഇൻ്റർവ്യൂ ചെയ്യുന്നയാൾ ഷാഡോസിലായിരിക്കും. ഈ പവർഫുൾ ലൈറ്റ് അടിക്കുന്നത് ഈ പ്യൂപ്പിൾ വരെ കാണാനാണ്. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഈ ആളുടെ മനസ്സിൽ എന്തെങ്കിലും ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പ്യൂപ്പിളിൻ്റെ ഡയറക്ഷനിൽ നിന്ന് കിട്ടും. ഇതിങ്ങനെയുള്ള കുറേ സാധനങ്ങൾ വെച്ചിട്ടാണ് മെൻ്റലിസ്റ്റുകൾ വർക്ക് ചെയ്യുന്നത്. സോ ദേ യൂസ് ഓൾ ദീസ് പ്രിൻസിപ്പിൾസ്. പിന്നെ എനിക്കിവിടെ ഓരോരുത്തർക്കും ജന്മസിദ്ധമായ ചില കഴിവുകളുണ്ടാവും ഇങ്ങനെയുള്ള പെട്ടെന്ന് കണ്ടുപിടിക്കാനേ. സോ ദേ നോ അബൌട്ട് യുവർ മൈൻഡ്. ഇതാണ് മെൻ്റലിസത്തിൻ്റെ പുറകിലുള്ള. ഹിപ്നോട്ടിസം വേറൊരു പ്രിൻസിപ്പിളാണ്, ബേസ്ഡ് ഓൺ സജസ്റ്റിബിലിറ്റി. നമ്മൾക്കൊക്കെ സജസ്റ്റിബിലിറ്റി പല ലെവലിലാണ്. ചില ആൾക്കാർ പെട്ടെന്ന് സജസ്റ്റിബിളാണ്. അവരെ ഒരു വളരെ ഡോമിനൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി അവരോട് സംസാരിക്കുമ്പം ദേ ഗെറ്റ് ഇൻഫ്ലുവൻസ് വെരി ഫാസ്റ്റ്. അതാണ് സജസ്റ്റിബിൾ എന്ന് പറയാം. അപ്പോൾ അവരെ ഒരു പ്രത്യേക ഒരു ട്രാൻസിലോട്ട് ഒരു സബ് കോൺഷ്യസ് ആ ഒരു സ്ലീപ്പല്ല, പക്ഷെ അതിന് മുന്നുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ സജസ്റ്റിബിൾ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ യു ക്യാൻ മേക്ക് ദം ഡു തിങ്സ്. പക്ഷേ നമ്മുടെ വില്ലിന് അഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ എന്നെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ എനിക്ക് വില്ലിങ് അല്ലെങ്കിൽ ആർക്കും എന്നെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ കൂടെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ സജസ്റ്റബിലിറ്റി ഉണ്ട്. അതെ, ഈ സജസ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല. ഇറ്റ്സ് എ സൈക്കോളജിക്കൽ തിങ്. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ സ്ട്രെങ്ത് ആണ് അതിനകത്ത്. അല്ലാണ്ട് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഉപയോഗിച്ചിട്ടൊന്നുമല്ലല്ലോ ഹിപ്നോട്ടൈസ് ചെയ്യുന്നത്. ആ പറഞ്ഞ ആളെ ട്രാൻസിലേക്ക് ഇല്ല. എനിക്കറിഞ്ഞൂടാ, ഞാൻ ഇല്ലാന്ന് വിശ്വസിക്കുന്നു. സാറിന് എങ്ങനെ അറിയാൻ പറ്റുമെന്ന്?
അത് പറഞ്ഞ ആളുടെ സജസ്റ്റബിലിറ്റിയും കൂടെ നോക്കണ്ടേ? അല്ല, അതാ ചിലപ്പോൾ സജസ്റ്റബിൾ ആണെങ്കിലോ. സാർ ഹിപ്നോട്ടിസം പഠിച്ചിട്ടുണ്ടോ? കുറച്ച് ഹിപ്നോട്ടിസം പഠിച്ചിട്ട് ഇങ്ങനെ ഒരാളെ ഹിപ്നോട്ടൈസ് ചെയ്യുന്നത് അപകടമല്ലേ? എനിവേ സി എന്നാ പറഞ്ഞു. എനിവേ ഞങ്ങളുടെ സൈക്യാട്രിയിൽ നമ്മൾ പഠിക്കുന്ന സാധനമല്ല, ഞങ്ങൾ ഉപയോഗിക്കുന്ന സാധനമല്ല. ഞങ്ങൾ പഠിക്കാത്തതും ഉപയോഗിക്കാത്തതിൻ്റെയും കാരണം ഇതിന് കൃത്യമായ എവിഡൻസ് ഇല്ല. ഞങ്ങൾ മോഡേൺ മെഡിസിൻ പ്രാക്ടീഷണേഴ്സാണ്. ഞാൻ മരുന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ മരുന്നിനെ ഒരു റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ ചെയ്ത് പ്രൂവ് ചെയ്യണം. ഇപ്പം ഞങ്ങൾ കൊടുക്കുന്ന എല്ലാ മരുന്നുകളും, അത് സൈക്യാട്രി മാത്രമല്ല, മെഡിസിൻ, ഞങ്ങൾ അപ്രൂവ് ചെയ്യുന്ന മരുന്നുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മൊത്തം ആൾക്കാരുണ്ടെങ്കിൽ അതിനെ 2 ഗ്രൂപ്പായിട്ട് തിരിച്ച്, രോഗമുള്ള ആൾ, രോഗമില്ലാത്ത ആൾ, മരുന്നിൻ്റെ പോലെ ഇരിക്കുന്ന പ്ലസിബോ. പകുതി പേർക്ക് മരുന്ന് കൊടുക്കും, പകുതി പേർക്ക് പ്ലസിബോ കൊടുക്കും. അങ്ങനെയാണ് റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ട്രയൽ ചെയ്തിട്ട് പ്രൂവ് ചെയ്ത് മാത്രമേ നമുക്ക് മരുന്ന് മാർക്കറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഹിപ്നോട്ടിസത്തിന് അങ്ങനെ ഒരു റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ നടത്തിയിട്ടുള്ള എവിഡൻസ് ഇല്ല. അതാണ് ഈ ആയുർവേദത്തിനും ഹോമിയോയ്ക്കും ഒക്കെയുള്ള പ്രശ്നം. അതാണ് അവർ ലെറ്റ് ദം പ്രൂവ് ഇറ്റ്. ഇപ്പോൾ ഹോമിയോ മരുന്ന് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ദേ ഷുഡ് പ്രൂവ് ഇറ്റ് യൂസിങ് എ റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ. അങ്ങനെ കൃത്യമായിട്ട് റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയലുള്ള എവിഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വിശ്വസിക്കും. പക്ഷെ അത് ഇല്ലാത്തതാണല്ലോ പ്രശ്നം. ഇപ്പം നമ്മുടെ മരുന്നുകളെ നമുക്ക് ചോദ്യം ചെയ്യാം. ഇപ്പം ഞങ്ങളിപ്പോൾ ഡിപ്രഷന് മരുന്ന് കൊടുക്കുന്നു, നിങ്ങൾ പറയുകയാണെങ്കിൽ ഇത് വെറും മരുന്നൊന്നുമില്ല, ദെൻ യു ഷുഡ് പ്രൂവ് ദാറ്റ് ഇറ്റ് ഡസൻറ്റ് വർക്ക്. പക്ഷെ അത് പറ്റുന്നില്ല. കാരണം നമ്മൾ കൃത്യമായിട്ട് സ്റ്റഡി ചെയ്യുമ്പം ഡിപ്രഷനുള്ള ആൾക്കാർക്ക് മരുന്ന് കൊടുത്താൽ മാറുന്നുണ്ട്. നമ്മൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇന്ന് തീരില്ല. ഞാൻ 2ാമത്തെ സ്ലൈഡ് എത്തിയിട്ടുള്ളൂ. ചോദിച്ചോളൂ. തീർച്ചയായിട്ടും പലപ്പോഴും ഈ സൈക്കോളജിക്കൽ ടെസ്റ്റുകളൊക്കെ എൻ്റെ പ്രശ്നം അതാണ്. ഈ സൈക്കോളജിക്കൽ ടെസ്റ്റ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാം. അല്ല, ബ്രെയിൻ മാപ്പിംഗ്, ഈ ബ്രെയിൻ മാപ്പിങ്ങിനൊക്കെയുള്ള എവിഡൻസ് സ്ലോ. ബ്രെയിൻ മാപ്പിങ്ങിനെക്കാട്ടിലും ഒക്കെ ശക്തമായ എവിഡൻസ് നിങ്ങളുടെ ട്രഡീഷണൽ പോലീസ് സിസ്റ്റത്തിൽ നിന്നാണ് വരേണ്ടത്. അവരുടെ അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ട്രെയിൻഡ് ആയിട്ടുള്ള ആളാണ് മാനിപ്പുലേറ്റ് ചെയ്യാൻ. ഞാൻ അതിനകത്ത് ഡിബേറ്റിലേക്ക് ഇല്ല, കാരണം എൻ്റെ ഏരിയ അല്ല. 100% ഞാൻ വിശ്വസിക്കുന്ന സയൻസിലെ, ഇൻക്ലൂഡിങ് എൻ്റെ മരുന്നുകൾ 100% എഫക്റ്റീവ് ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. 100% എഫക്റ്റീവ് എന്ന് പറയുന്ന എല്ലാ കാര്യത്തിനെയും ഞാൻ സംശയത്തോടെ കാണുള്ളൂ. കാരണം മനുഷ്യൻ പല തരത്തിലുണ്ട്. എപ്പോഴും ദെർ ക്യാൻ ബി ആൻ എറർ. നമ്മൾ ഈ പറഞ്ഞ മരുന്ന് 99 ആൾക്കാരിലും വർക്ക് ചെയ്യുമെങ്കിലും ചിലപ്പോൾ ഒരാളിൽ വർക്ക് ചെയ്യില്ലാന്നിരിക്കും. എനിക്കെങ്ങനെ പറയാൻ പറ്റും ഈ ലോകത്തുള്ള ഈ 1.7 ബില്യൺ ആൾക്കാരിലും ഇത് കൃത്യമായിട്ട് ഫലിക്കും എന്നൊക്കെ പറയാൻ പറ്റില്ല. അത്ര ഷ്യൂരിറ്റി ആയിട്ട് ആരെങ്കിലും എന്തിനെക്കുറിച്ചെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ വിൽ ക്വസ്റ്റ്യൻ ദെയർ സയൻറ്റിഫിക് മൈൻഡ്. അതാണ് ഞാൻ ചെയ്യുക. ഞാൻ സയൻറ്റിഫിക് പ്രിൻസിപ്പിൾ അനുസരിച്ച് യു വിൽ ഓൾവേസ് ഹാവ് ടു ബി ഫ്ലെക്സിബിൾ. ഇപ്പം ഞാനിപ്പോൾ കുറേ കാലം നമ്മൾ ഭൂമിയാണ് ഈ യൂണിവേഴ്സിൻ്റെ സെൻട്രൽ എന്ന് വിചാരിച്ചിരുന്നു, ഇല്ലേ? എല്ലാ വലിയ ആ സമയത്തുള്ള ആൾക്കാരൊക്കെ എർത്ത് വാസ് എ സെൻറ്റർ എന്ന് വിചാരിച്ചു. പക്ഷേ ദെൻ വൺ ഡേ ഇറ്റ് വാസ് പ്രൂവൺ ദാറ്റ് സൺ ആണ് സെൻറ്റർ. സാറേ, ഇതേപോലെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇന്ത്യൻ സൈക്യാട്രിക് സൊസൈറ്റിയുടെ സെക്രട്ടറിയാണ്. ഇമ്മീഡിയറ്റ് പാസ്റ്റ് 2019 to 2021 ഞാൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു. അതുകൊണ്ട് എന്താ പറയുക, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളെയും ഞങ്ങൾ ചോദ്യം ചെയ്യുന്നു. യു ഷുഡ് പ്രൂവ് ഇറ്റ്. എങ്ങനെയാണ് പ്രൂവ് ചെയ്യേണ്ടത്? സയൻറ്റിഫിക്കലി യു ഷുഡ് പ്രൂവ് ഇറ്റ്. അനക്ഡോട്ടൽ എക്സ്പീരിയൻസസ് അല്ല. ഇപ്പോൾ ആത്മാവുണ്ട് എന്ന് നിങ്ങൾക്ക് 100% സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ വിശ്വസിക്കാം. പക്ഷേ അങ്ങനെ ഒരു എവിഡൻസ് ഇല്ല. ഇതേപോലെ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ, ഈ സൈക്യാട്രിയിൽ ഇതേപോലെ കുറേ ഉഡായിപ്പുകൾ നടക്കുന്നുണ്ട് ഇൻ മെൻ്റൽ ഹെൽത്ത്. കാരണം എന്താ അറിയാമോ? സയൻറ്റിഫിക് വേർഡ് ഉഡായിപ്പാണ്. ഈ ആൾക്കാരെ പറ്റിക്കാൻ എളുപ്പമാണ്. ചില
മാനസിക പ്രശ്നങ്ങൾ, ഇപ്പോൾ ചില സ്കിസോഫ്രീനിയ, ചില ബൈപ്പോളാർ, എത്ര മരുന്ന് കൊടുത്താലും ചിലപ്പോൾ ക്യൂർ ചെയ്ത് പറ്റാത്ത കേസസ് ഉണ്ടാവും. ഈ മോഹൻലാൽ മണിച്ചിത്താഴി പറയുന്ന പോലെ. ദൈവത്തിൻ്റെ കയ്യിലാന്ന് ആരാ പറയുന്നത്? ആ ആധുനിക വൈദ്യശാസ്ത്രം ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് സയൻസിൽ മാത്രമേ വിശ്വാസമുള്ളൂ. അതെ, അപ്പം ഇങ്ങനെ കുറേ സാധനമുണ്ട് ആൾക്കാരെ പറ്റിക്കുന്നത്. ഇതിനൊന്നും ഒരു സയൻറ്റിഫിക് ബേസിസ് ഇല്ല. സയൻസ് എന്ന് പറഞ്ഞാൽ ഇതിനെ കൃത്യമായിട്ട് എക്സ്പെരിമെൻ്റ് ചെയ്ത് നിരീക്ഷണം, പരീക്ഷണം, അതിൽ നിന്ന് വരുന്ന നിഗമനം, അതാണ് സയൻസിൻ്റെ പ്രിൻസിപ്പിൾ. ഒബ്സർവേഷൻ, ഹൈപ്പോത്തസിസ് ആൻഡ് ടെസ്റ്റിംഗ് ദ ഹൈപ്പോത്തസിസ്, ഇതാണ് സയൻറ്റിഫിക് പ്രിൻസിപ്പിൾ. ഈ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാണെങ്കിൽ ഈ പറഞ്ഞ സാധനങ്ങളിൽ ഇൻക്ലൂഡിങ് ദൈവം ഞാൻ വിശ്വസിക്കാം. പക്ഷേ ഇതിനൊന്നും ഒരു സയൻറ്റിഫിക് ബേസിസ് ഇല്ലാത്ത കാരണം ഞാൻ ഇതിനൊന്നിനും വിശ്വസിക്കുന്നില്ല. നമുക്ക് മുന്നോട്ട് പോകണം. കുട്ടി എന്ന ഡെഫിനിഷൻ 18 വയസ്സിൽ താഴെ എന്നുള്ള ആദ്യം മനസ്സിലാക്കുക. ചൈൽഡ് ഫ്രണ്ട്ലി പോലീസ് സ്റ്റേഷൻ ആണല്ലോ. ഇപ്പോൾ എൻ്റെ ടോക്കിൻ്റെ തലക്കെട്ട് തന്നെ ചൈൽഡ് ആൻഡ് അഡോളസൻ്റ് എന്നാണ്. പക്ഷേ ഇപ്പോഴത്തെ യൂണിസെഫിൻ്റെ ലേറ്റസ്റ്റ് ഡെഫിനിഷൻ പ്രകാരം കുട്ടി എന്ന് പറഞ്ഞാൽ 18 വയസ്സിൽ താഴെയുള്ളതൊക്കെ കുട്ടി അല്ലേ? മാറിയിട്ടില്ലല്ലോ? ഏതാ? എല്ലാം കുട്ടികളാണ്. എന്ന് വെച്ചപ്പോൾ ഈ അഡോളസെൻറ്റും അതിനകത്ത് പെടും. പക്ഷേ നമുക്ക് കുറച്ചുകൂടെ നോക്കിയിട്ടുണ്ടെങ്കിൽ 10 to 19 അഡോളസെൻറ്റും ഒരു 15 to 24 യങ് അഡൽട്ട് എന്നും പറയാം. ഇപ്പോൾ ഈ കുട്ടി എന്നുള്ളത് 18ാമത്തെ വയസ്സ് ബർത്ത്ഡേയുടെ അന്ന് പെട്ടെന്ന് ഒരു ദിവസം അഡൽട്ട് ആവുന്നതല്ല. ഇറ്റ്സ് എ ഗ്രാജുവൽ തിങ് എന്നറിയാം. പക്ഷേ നിയമത്തിൻ്റെ ഇതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡെഫിനിഷൻ. ബയോ സൈക്കോ സോഷ്യൽ മോഡൽ, അതാണ് ഞങ്ങളുടെ മോഡൽ ഫോർ ഓൾ മെൻ്റൽ ഡിസോർഡേഴ്സ്. എല്ലാ മാനസിക രോഗങ്ങളും എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ ഇതാണ് എൻ്റെ ഉത്തരം. അതിനൊരു ബയോളജി ഉണ്ട്. ഉദാഹരണം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാനസിക രോഗം ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും വിഷാദ രോഗം, ഡിപ്രഷൻ. ഏറ്റവും കോമൺ, ഏറ്റവും കൂടുതൽ ആൾക്കാർക്കുള്ള മാനസിക പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം? സ്കിസോഫ്രീനിയ വളരെ റെയറാണ്, 1% ഉള്ളൂ. ഡിപ്രഷൻ്റെ പ്രിവലൻസ് അറൗണ്ട് 20% ആണ്. 100 പേരിൽ 20 പേർക്ക് വിഷാദ രോഗം വരാം. പക്ഷെ അതിലും കോമൺ ആയിട്ട് എന്താ ഉള്ളത്? എനി ഗസ്? ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു മാനസിക പ്രശ്നം എന്താ? അതൊക്കെ റെയറാണ്, സംശയമൊന്നുമില്ല. അത് മാനസിക രോഗമെന്ന് പറയാൻ പറ്റില്ല, മെൻ്റൽ ഡിസോർഡർ. ഫോബിയ, ഈ ആങ്സൈറ്റി ഗ്രൂപ്പിൽ പെടുന്ന ഫോബിയാണ് മോസ്റ്റ് കോമൺ. നമുക്കൊക്കെ ചില പ്രത്യേക ഫോബികളുണ്ടാവും. ഫോർ എക്സാമ്പിൾ ലൗഡ് നോയ്സ്, ഭയങ്കരമായ ശബ്ദം കേട്ടാൽ നമ്മൾ ആരാണെങ്കിലും ഞെട്ടും. ഫിയർ ഓഫ് ഹൈറ്റ്, ആക്രോഫോബിയ, ഭയങ്കര ഒരു ഹൈറ്റിൻ്റെ മേലെ താഴ്ന്നു നോക്കിയേ. ഇറ്റ് ഈസ് എ നോർമൽ തിങ് അല്ലേ? അതിനെ പക്ഷെ നമുക്ക് അസുഖമെന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ വിഷാദ രോഗം അങ്ങനെയല്ല. വിഷാദ രോഗം കൃത്യമായ ട്രീറ്റ്മെൻ്റ് ഉള്ളൊരു സൈക്യാട്രിക് മെൻ്റൽ ഡിസോർഡറാണ്. 100 പേരിൽ 20 പേർക്ക് വരാം. വിഷാദ രോഗം സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ കൂടുതൽ? എന്ത് തോന്നുന്നു? എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് വിഷാദ രോഗം കൂടുതൽ മാഡം? എന്ത് തോന്നുന്നു? എന്തുകൊണ്ടായിരിക്കും? പുരുഷന്മാർക്ക് മൾട്ടി ടാസ്കിങ് ചെയ്യാൻ കഴിവില്ല, അതുകൊണ്ട് അവർക്ക് വിഷാദ രോഗം വരില്ല. സ്ത്രീകൾ ഇതെല്ലാം കൊണ്ട് ചെയ്യുന്നതുകൊണ്ട് വിഷാദ രോഗം വരുന്നു. എന്ന് വെച്ചാൽ ഓഫീസിൽ ജോലി ചെയ്യണം, പിന്നെ അതിന് ശേഷം കടയിൽ പോയിട്ട് കല്യാൺ സെൽസിൽ പോയിട്ട് ഏത് സാരി എടുക്കണം എന്ന് ആലോചിക്കണം, വീട്ടിൽ ഇതെല്ലാം കൂടെ ആലോചിച്ച് അവസാനം വിഷാദ രോഗം വരും. അങ്ങനെയാണോ? എന്താണ് സർ? സ്ത്രീകൾക്ക് എൻഗേജ്മെന്റ് ഇല്ല, അതുകൊണ്ട് അവർക്ക് വിഷാദ രോഗം വരുന്നു. സ്ത്രീകൾക്കാണ് ആക്ച്വലി പുരുഷന്മാരെക്കാളും എൻഗേജ്മെന്റ് ഇല്ലേ? വീട്ടിലെ ജോലി നോക്കണം. അല്ല, അവർക്കിപ്പോൾ മാഡത്തിന് ഇപ്പോൾ ഈ മിക്കവാറും പ്രൊഫഷണൽസിലൊക്കെ സ്ത്രീകൾ വീട്ടിലെ ജോലിയും കൂടെ ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് ഇല്ലേ? അപ്പം അവർ ശരിക്കും പറഞ്ഞാൽ പുരുഷന്മാരെക്കാട്ടിലും കൂടുതൽ പണിയെടുക്കുന്ന ആൾക്കാരാണ് സ്ത്രീകൾ. എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക്? എന്തുകൊണ്ട്? അതിൻ്റെ ബയോളജി എന്താണ്? അതിൻ്റെ സയൻസ് എന്താണ്? കറക്റ്റ്. ഏത് ഹോർമോൺ? ഈസ്ട്രജനും പ്രൊജസ്ട്രോണും മൂഡ് ഇഫക്ട്സ് ഉള്ള ഹോർമോണാണ്, ടെസ്റ്റോസ്റ്ററോൺ അല്ല. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് മെനാർക്കി, ആർത്തവം തുടങ്ങുന്ന സമയം, മെനോപോസ്, ആർത്തവം അവസാനിക്കുന്ന സമയം, മെൻസ്ട്രുവൽ പീരിയഡ്സ്, ഓരോ മാസമുള്ള മെൻസ്ട്രുവൽ പീരിയഡ്സ്, പോസ്റ്റ്മോർട്ടം, പ്രസവ ഉടനെ, ഇതൊക്കെ ഹോർമോണൽ ചേഞ്ചസ് കാരണമാണ്
മൂഡ് ചേഞ്ചസ് വരുന്നത്. ഈസ്ട്രോജനും പ്രൊജസ്ട്രോണിൻ്റെ റിഫ്ലക്ഷനാണ്. അതാണ് അതിൻ്റെ ബയോളജി. വേറെ കാരണങ്ങളുണ്ട്, പക്ഷേ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അതാണ്. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട മാനസിക രോഗം വിഷാദ രോഗമാണ്. ഈ വിഷാദ രോഗം അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് അതും കൂടെ ഞാൻ പറയാം. 3 പ്രധാന ലക്ഷണങ്ങളാണ് വിഷാദ രോഗത്തിന്. ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം വിഷാദം, സാഡ്നെസ്. അപ്പോൾ 2 ആഴ്ചയിൽ കൂടുതൽ നിൽക്കുന്ന സാഡ്നെസ്സിനെയാണ് നമ്മൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സാഡ്നെസ് എന്ന് പറയുക. 2 ആഴ്ചയിൽ കൂടുതൽ നിൽക്കുമ്പോൾ, പിന്നെ രാവിലെ എന്തോ സംഭവം ഉണ്ടായി, അല്ലെങ്കിൽ നമ്മുടെ ബോസ് നമ്മളെ വഴക്ക് പറഞ്ഞു, നമുക്ക് വിഷമം തോന്നി, അതല്ല വിഷാദ രോഗത്തിൻ്റെ സാഡ്നെസ്. ഒരു 2 ആഴ്ച തുടർച്ചയായിട്ട് നിൽക്കണം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം അൻഹെഡോണിയ, ലാക്ക് ഓഫ് പ്ലഷർ. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളോട് മുന്നേ ഉള്ള പോലെ ഇഷ്ടം തോന്നുന്നില്ല. ഇപ്പം നിങ്ങൾക്ക് ചിലപ്പം ഷട്ടിൽ കളിക്കാൻ ഇഷ്ടമുണ്ടാവും, അല്ലെങ്കിൽ സിനിമ കാണാൻ, പാട്ട് കേൾക്കാൻ. പക്ഷേ ഈ 2 ആഴ്ചയായിട്ട് നിങ്ങൾക്കത് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് രണ്ടാമത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ആദ്യത്തേത് സാഡ്നെസ് അല്ലെങ്കിൽ ഡിപ്രസ്ഡ് മൂഡ് എന്ന് ഞങ്ങൾ പറയും. രണ്ടാമത്തേത് അൻഹെഡോണിയ, ലാക്ക് ഓഫ് പ്ലഷർ. മൂന്നാമത്തേത് ലാക്ക് ഓഫ് എനർജി. ഇത് 3 കോർ ഫീച്ചേഴ്സ് ഓഫ് ഡിപ്രഷൻ. അപ്പോൾ ആരെങ്കിലും 2 ആഴ്ചയിൽ കൂടുതൽ സ്ഥായിയായ വിഷാദഭാവം, ഒരു ലാക്ക് ഓഫ് പ്ലഷർ, ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല, ലാക്ക് ഓഫ് എനർജി, ഇത് 3 2 ആഴ്ചയിൽ കൂടുതൽ നിൽക്കുന്നുണ്ടെങ്കിൽ വിഷാദരോഗമാകാം. അപ്പോൾ വിഷാദരോഗത്തിൻ്റെ ബയോളജി ഒരു തലച്ചോറിലെ ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. തലച്ചോറിനകത്ത് കുറേ കെമിക്കലുണ്ട്, അതിനെ നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് വിളിക്കുന്നത്. ഏതാണെന്നറിയാം ആർക്കെങ്കിലും? സെറോട്ടോണിൻ എന്ന് പറയുന്ന കെമിക്കൽ. അപ്പം ഞങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന ഒക്കെ സെറോട്ടോണിൻ കൂട്ടുന്ന മരുന്നുകളാണ്. വിഷാദരോഗത്തിന് കൊടുക്കുന്ന എല്ലാ മരുന്നുകളും മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുന്ന മരുന്നുകളൊക്കെ സെറോട്ടോണിൻ വഴിയാണ് പ്രവർത്തിക്കുന്നത്. അപ്പം അതതിൻ്റെ ഒരു കുറേ ബയോളജി ഉണ്ട്. ഒരു ബയോളജി എന്ന് വിചാരിച്ചോളൂ. എന്താണ് സൈക്കോളജിയും ഡിപ്രഷനും തമ്മിൽ ബന്ധം? ഒരാളുടെ സ്വന്തം സൈക്കോളജിയും വിഷാദവും തമ്മിൽ എനി ഗസ്? ഒരാളുടെ മാനസികാവസ്ഥ അയാൾക്ക് വിഷാദരോഗം വരാനുള്ള റിസ്ക് ഉണ്ടാക്കാമോ? അല്ലെങ്കിൽ എങ്ങനെയുള്ള മാനസികാവസ്ഥയാണ് അവർക്ക് വിഷാദരോഗം വരുത്താൻ സാധ്യത? ശുഭാപ്തി വിശ്വാസം എന്ന് കേട്ടിട്ടുണ്ടോ? എന്താണ് ശുഭാപ്തി വിശ്വാസം? പോസിറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാം ശരിയാവുമെന്ന് വിചാരിക്കും. അതാണോ പോസിറ്റീവ് തിങ്കിങ്? ഇപ്പം അങ്ങനെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ശരിയാവില്ല. ജീവിതത്തിൽ എന്താ പറയുക, ചില കാര്യങ്ങൾ ശരിയാവും, ചിലോളുടേത് ശരിയാവും, ചിലോളുടേത് ശരിയാവില്ല. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ കണ്ണടച്ച് എല്ലാം ശരിയാവുമെന്ന് വിശ്വസിക്കുന്നത് ഒരു മണ്ടത്തരമാണ്. അതല്ല പോസിറ്റീവ് തിങ്കിങ്. പോസിറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരിക. ഉദാഹരണത്തിന് നമുക്ക് കുറേ നന്മകൾ, അനുഗ്രഹങ്ങൾ ദൈവം തന്നിട്ടുണ്ട്, ഇല്ലേ? ഇപ്പം നിങ്ങൾക്കിപ്പോൾ മോസ്റ്റ് പീപ്പിൾ ഐ തിങ്ക് കൈയും കാലും ഒക്കെ നല്ല ആരോഗ്യമുള്ളൊരു ശരീരമുണ്ട്. ഇതില്ലാത്ത എത്രയോ ആൾക്കാരുണ്ട്. നമ്മൾ വലിയ കേരളം ഇപ്പോൾ ഇന്ത്യയിലെ നമ്പർ 1 ഇൻ ടേംസ് ഓഫ് എന്തുവായിരുന്നു? പോവർട്ടിയോ? ഇപ്പോൾ ഒരു പത്രത്തിൽ വന്നായിരുന്നു ഇന്നലെ. ഇന്ത്യയിലെ ഏറ്റവും നല്ല സ്റ്റേറ്റ് ആയിരുന്നു. പോവർട്ടി അല്ലേ? ബഹുദൂരം മുന്നോട്ടാണ്. കേരളത്തിൻ്റെ 0.27 ഒക്കെ ആണെങ്കിൽ ബീഹാറിൽ 30-40% അപ്പം നമ്മുടെ സോഷ്യൽ ഇതൊക്കെ ഇൻഡിസസ് ഒക്കെ വളരെ നല്ലതാണ്. അതേസമയം നമ്മൾ വല്ല ഇറാഖിലായിരുന്നെങ്കിൽ നമ്മുടെ സ്ഥിതി എന്താ വരുന്നത്? അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ ജനിച്ചെങ്കിലോ? പക്ഷെ നമ്മൾ ഇതൊക്കെയാണോ ആലോചിക്കുക? നമ്മൾ നമ്മുടെ ജോലിയിൽ വരുമ്പം നമ്മുടെ സുപ്പീരിയർ നമ്മളെ വഴക്ക് പറയുന്നു, അല്ലെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് പ്രൊമോഷൻ കിട്ടി, എനിക്ക് കിട്ടിയില്ല, എനിക്ക് വേറെ ഏതാണ്ട് ദൂരെ ട്രാൻസ്ഫർ കിട്ടി, മറ്റേ ആൾക്ക് കിട്ടിയില്ല. അപ്പം നമ്മളാകെ വറീഡാണ്. ആക്ച്വലി നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. വി ആർ ഓൾ ബ്ലെസ്ഡ്. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കൂല. നമുക്ക് എന്താണോ ഇല്ലാത്തത് അതിലേക്കായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കാട്ടിലും നല്ല വലിയ വീടാണ് അപ്പുറത്തുള്ളത്. അപ്പം നമുക്ക് എനിക്ക് അങ്ങനത്തെ വീട് വയ്ക്കാൻ പറ്റിയില്ലല്ലോ. വി ലുക്ക് അറ്റ് തിങ്സ് ലൈക്ക് ദാറ്റ് ആൻഡ് വി ഫീൽ സാഡ്, ഇല്ലേ? അപ്പോൾ ശുഭാപ്തി വിശ്വാസത്തിൻ്റെ ഒരു എലമെൻ്റാണത്. നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കാണാൻ മുന്നോട്ട് പോകാന്നുള്ളതാണ്. ഇതെന്തുവാ? ഇത് നമുക്ക് ജനിക്കുമ്പോൾ കിട്ടുന്നതാണോ? ഇത് നമ്മൾ വായിച്ചെടുക്കുന്നതും അനുഭവത്തിൽ നിന്നൊന്ന് പഠിക്കുന്നതൊക്കെ അല്ലേ സൈക്കോളജി? ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. മൂന്നാമത്തെ എലമെൻറ്റ് സോഷ്യൽ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഞങ്ങളെ സൈക്കാട്രിസ്റ്റുമാരെയും സൈക്കോളജിസ്റ്റുമാരെയും കാണാൻ വരുന്നുണ്ട്. കോവിഡ് കാരണം ജോലി നഷ്ടപ്പെട്ടു, കോവിഡ് കാരണം മരണങ്ങളുണ്ടായി, അടിക്കടി പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ അടിക്കടി പ്രശ്നങ്ങൾ വന്നാൽ ആരാണെങ്കിലും വിഷാദത്തിലോട്ട് പോവാം. അപ്പോൾ ഈ 3 കാര്യങ്ങളും കൂടെ വരുമ്പോഴാണ്
ഒരാൾക്ക് വിഷാദരോഗം വരുന്നത്. ബയോ സൈക്കോ സോഷ്യൽ. ക്ലിയർ ആണല്ലോ? ഇത് എല്ലാ സൈക്കാട്രിക് പ്രോബ്ലത്തിലും ഇതേപോലെ 3 ആസ്പെക്ട്സ് ഉണ്ട്. ഈ 2 ബുക്കിൽ ഏതെങ്കിലും ഒരു ബുക്ക് വായിച്ചിട്ടുണ്ടോ? അടിപൊളി. സാപ്പിയൻസിൻ്റെ 2nd ഉം 3rd ഉം ബുക്ക് ഇറങ്ങിയിട്ടുണ്ട്, അറിയാവോ? സാപ്പിയൻസിൻ്റെ 2nd പാർട്ട് യുവൽ നോവ ഹരാരി, അദ്ദേഹം 2014 എഴുതിയ ബുക്കാണ് സാപ്പിയൻസ്. ഇസ്രായേലി ഹിസ്റ്റോറിയനാണ് അദ്ദേഹം. എന്നിട്ട് അദ്ദേഹം ഹോമോ ദിയൂസ് എന്ന് പറഞ്ഞ 2nd ബുക്കും പിന്നെ 20 സംതിങ് അബൌട്ട് 20th സെഞ്ച്വറി അങ്ങനെ എന്താണ് 20 ആ 3 ബുക്കാണ് ഉള്ളത്. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബുക്ക് സാപ്പിയൻസ് ആയിരുന്നു. ഈ 2 ബുക്കും ഇവല്യൂഷനെ കുറിച്ചാണ്, പരിണാമം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പം ഞാൻ സയൻസിൽ വിശ്വസിക്കുന്നു എന്നൊക്കെ ഞാൻ പറയുന്നു. പക്ഷേ അത് ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ്. ഈ സയൻസിന് അറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും ഉണ്ടാവാം. ഷേക്സ്പിയർ പറഞ്ഞ പോലെ നിങ്ങളുടെ ഫിലോസഫി, തത്വശാസ്ത്രം, അതിൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾ ആകാശത്തിനും ഭൂമിക്കും ഇടയിലുണ്ടാകാം. ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട്. അപ്പം എൻ്റെ സയൻസ് ഇത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും എനിക്ക് അറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യം സയൻസിന് ഇനിയും കണ്ടുപിടിക്കാത്തതുണ്ടാവും. അപ്പോൾ അത് പറഞ്ഞുകൊണ്ടാണ് ഐ ബിലീവ് ഇൻ സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാപ്പിയൻസ് ഈസ് അബൌട്ട് എവല്യൂഷൻ. പക്ഷേ മറ്റേ ഡെസ്മണ്ട് മോറിസിൻ്റെ ബുക്ക് ഞാൻ 9ാം ക്ലാസ്സിലും കണ്ടായിരുന്നപ്പോൾ വായിച്ചതാണ്. അതിൻ്റെ മലയാള പരിഭാഷ ഉണ്ടായിരുന്നു, നഗ്നവാനരൻ. അപ്പോൾ അത് വായിച്ചപ്പോഴാണ് കുറേ കാര്യങ്ങൾ എനിക്കൊരു ഐഡിയ കിട്ടിയത്. മനുഷ്യൻ എങ്ങനെ ഇങ്ങനെ ആയി, നമ്മൾക്ക് നമ്മുടെ ഓരോ പെരുമാറ്റങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആവുന്നത്, അത് ഇവല്യൂഷൻ്റെ ഒരു കാഴ്ചപ്പാട് നമ്മളെ സഹായിക്കും. അപ്പോൾ ഇവല്യൂഷൻ പറയുന്നത് നമ്മളൊക്കെ കുരങ്ങന്മാരായിരുന്നു, ഏപ്സ്, പ്രൈമേറ്റ്സ് എന്നാണ് നമ്മൾ ഇവോൾവ് ചെയ്തത്. നമ്മുടെ ശാസ്ത്രീയ നാമം ഹോമോ സാപ്പിയൻസ് എന്നാണ്. ഏതാണ്ട് 3 മില്യൺ ഇയേഴ്സ് ആയിട്ടുള്ളൂ ഹോമോ സാപ്പിയൻ ഇവോൾവ് ചെയ്തിട്ട്. കൃഷി കണ്ടുപിടിച്ചത് എപ്പോഴാണെന്നറിയോ? എത്ര വർഷങ്ങൾക്ക് മുന്നാണ് ആദ്യമായിട്ട് കൃഷി കണ്ടുപിടിച്ചത്? സാപ്പിയൻസ് വായിച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റണം. 20,000 BC, അറൗണ്ട് 20,000 BCയിലാണ് കൃഷി കണ്ടുപിടിക്കുന്നത്. കൃഷി കണ്ടുപിടിക്കുന്നവരെ നമ്മളൊക്കെ ഹണ്ടർ ഗ്യാദറർ ആയിരുന്നു. ഹണ്ടർ ഗ്യാദറർ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ, ഫുഡ് ചെയിൻ ഉണ്ട്. പക്ഷെ ഹണ്ടർ ഗ്യാദറിൻ്റെ പ്രത്യേകത, ആണുങ്ങൾ ഹണ്ടിങ്ങിന് വേണ്ടി സ്പെഷ്യലൈസ് ചെയ്യുകയും പെണ്ണുങ്ങൾ കൊച്ചിനെ നോക്കാൻ സ്പെഷ്യലൈസ് ചെയ്യുകയും ചെയ്തു. അതാണ് നമ്മുടെ ഇവല്യൂഷനിൽ ഒരുപാട് 3 മില്യൺ വർഷങ്ങൾ നമ്മൾ അങ്ങനെ ആയിരുന്നു. അറൗണ്ട് 3 മില്യൺ ഇയേഴ്സ് നമ്മളൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ പൂർവികർ ഹണ്ടർ ഗ്യാദറേഴ്സ് ആയിരുന്നു. 20,000 വർഷം മുന്നേ നമ്മൾ കൃഷി കണ്ടുപിടിച്ചപ്പം നമ്മൾ കമ്മ്യൂണിറ്റീസ് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോഴാണ് വില്ലേജും, പിന്നെ വില്ലേജ് സിറ്റീസായി, പിന്നെ അതൊക്കെ അങ്ങോട്ട് എവല്യൂഷൻ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് വന്നത്. പക്ഷെ നമ്മുടെ സൈക്കോളജിക്കകത്ത് പലതും ഈ ഹണ്ടർ ഗ്യാദറർ മൈൻഡാണ് ഉള്ളത്. അതുകൊണ്ടാണ് ആണുങ്ങൾക്ക് പലതും അഗ്രഷൻ ഇഷ്ടം, ആണുങ്ങൾക്ക് കൂടുതലും ഈ സ്പോർട്സും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇഷ്ടം, ആണുങ്ങൾ കൂടുതലും മസ്കുലറാണ്, സ്ത്രീകൾ കൂടുതലും ഇമോഷണലി മോർ പവർഫുൾ. ഇമോഷൻസ് മനസ്സിലാക്കാനും ഇൻട്രാക്ട് ചെയ്യാനും ഒക്കെ സ്ത്രീകൾക്ക് അതിനുള്ള കഴിവുണ്ട്. കുട്ടികളെ നോക്കാനുള്ള കഴിവുകൾ സ്ത്രീകൾക്ക് സ്വാഭാവികമായിട്ട് കിട്ടുന്നു. ഇതൊക്കെ അവിടെ നിന്ന് വന്നതാണ്. ഈ ഇവല്യൂഷനിൽ സാറ് എൻ്റെ ടോക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സിനെ കുറിച്ച് സാറല്ലേ പറഞ്ഞ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ്. ഇതാണ് സാറ് പറഞ്ഞ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ്. മനുഷ്യനെ, ഹോമോസാപ്പിയനെ നമ്മളാക്കുന്ന തലച്ചോറിൻ്റെ ഫ്രണ്ടിലത്തെ ഭാഗം. അപ്പം നമ്മുടെ തൊട്ട് മുന്നേ ഉള്ള പൂർവികർ ഈ ചിമ്പാൻസി ആയിരുന്നു. ചിമ്പാൻസി ഇപ്പോഴും ഉണ്ട്. ചിമ്പാൻസിയുടെയും ഒറാങ്ങൂട്ടാൻ്റെയും ഗൊറില്ലേൻ്റെയൊക്കെ തലയോട്ടി എടുത്താൽ സ്ലോപ്പിങ്ങാണ്. അവരുടെ സ്കള്ള് ഈ ഫ്രണ്ടിലത്തെ ഭാഗം സ്ലോപ്പിംഗ് ആയിരിക്കും. ഹോമോസാപ്പിയൻ ആകുമ്പോഴാണ് ഇതിങ്ങനെ വെർട്ടിക്കലാവുന്നത്, നെറ്റി. ഈ ഫ്രണ്ടിലത്തെ ഭാഗം പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് ആണ് നമുക്ക് പ്ലാനിങ്, ജഡ്ജ്മെൻറ്റ്, ഡിസിഷൻ മേക്കിംഗ് ഇങ്ങനെയുള്ള കഴിവുകൾ തരുന്നത്, നമ്മളാക്കുന്ന കഴിവുകൾ. അതേസമയം നമ്മുടെ ഇമോഷണൽ ബ്രെയിൻ, ഈ പട്ടിയും പൂച്ചയും ഒക്കെ ഉള്ള പോലത്തെ ഒരു ഇമോഷണൽ ബ്രെയിൻ നമുക്കുണ്ട് നമ്മുടെ ഉള്ളിൽ, ലിംബിക് സിസ്റ്റം. ഇതിൽ നിന്ന് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇമോഷൻസ് എപ്പോഴും നമ്മുടെ തിങ്കിങ്ങിനെ ഹൈജാക്ക് ചെയ്യാം. ഇമോഷൻസ് ആർ ഓൾവേസ് മോർ പവർഫുൾ. അങ്ങനെയാണ് ഈ പറഞ്ഞ സജഷനൊക്കെ വർക്ക് ചെയ്യുന്നത്. കാരണം ഈ ഇമോഷൻസ് പണ്ട് മുതൽ 3 മില്യൺ ഇയേഴ്സിന് മുന്നേ ആയിട്ട് നമ്മുടെ തലച്ചോറിലുണ്ട്. ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് ഇവോൾവ് ചെയ്തിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ.
അപ്പോൾ ഞാൻ നമ്മുടെ പേഷ്യൻസിനോടൊക്കെ പറയാറുള്ളത്, നിങ്ങൾ വളരെ ഇമോഷണൽ ആവുമ്പോൾ മേജർ തീരുമാനങ്ങളൊന്നും എടുക്കരുത്. നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങളുടെ തീരുമാനങ്ങളെ കളർ ചെയ്യും. നിങ്ങൾ വളരെ നിരാശപ്പെട്ടിരിക്കുമ്പോഴോ വളരെ ടെൻഷനിലിരിക്കുമ്പോഴോ വളരെ സന്തോഷത്തിലിരിക്കുമ്പോഴോ തീരുമാനങ്ങളൊക്കെ തെറ്റിപ്പോവാം. ബ്രെയിൻ എപ്പോഴും കറക്റ്റായിട്ട് തിങ്ക് ചെയ്യുക ഇമോഷൻസ് ന്യൂട്രൽ ആകുമ്പോഴാണ്. സൂയിസൈഡ് നമുക്ക് എപ്പോഴും അതിനൊരു സ്ലൈഡ് വരുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിന് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ആത്മഹത്യ നിരക്കുള്ള സംസ്ഥാനങ്ങൾ ഒന്നാണ് കേരളം. നേരത്തെ ഫസ്റ്റ് ആയിരുന്നു, ഇപ്പം കുറച്ച് കോമ്പറ്റീഷൻ വന്നിട്ടുണ്ട്. എന്നാൽ ആദ്യത്തെ ഒരു 3-4 ഇതിനകത്ത് കേരളം വരും. അപ്പം നമ്മൾ അത്ഭുതപ്പെടും, വളരെ അഭ്യസ്ത എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, നല്ല സോഷ്യൽ ഇൻഡിസസ്, പിന്നെ എന്തിനാ ഒരു സൂയിസൈഡ് നടത്തുന്നത്? അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന കാരണം നേരത്തെ പറഞ്ഞ വിഷാദ രോഗമാണ്, ഡിപ്രഷൻ. ഈ വിഷാദ രോഗം വരുന്ന 80% ആൾക്കാരിലും സൂയിസൈഡൽ തോട്ട്സ് വരും, വിഷാദ രോഗം കാരണം. നേരത്തെ ഞാൻ പറഞ്ഞു സെറോട്ടോണിൻ. ഈ സെറോട്ടോണിൻ ഒക്കെ കണക്ട് ചെയ്തെന്ന ബ്രെയിനകത്ത് സർക്യൂട്ട്സ് ഉണ്ട്. ബ്രെയിനിന് ഇങ്ങനത്തെ ഓരോ സർക്യൂട്ടുകൾ തലച്ചോറിനകത്തുണ്ട്. ദേഷ്യത്തിനൊരു സർക്യൂട്ടുണ്ട്, ഓർമ്മയ്ക്കൊരു സർക്യൂട്ടുണ്ട്, അതുപോലെ വിഷാദത്തിനൊരു സർക്യൂട്ടുണ്ട്. തീർച്ചയായിട്ടും വിഷാദരോഗം 100% ട്രീറ്റബിൾ ആണ്, ക്യൂറബിൾ ആണ്. എല്ലാ സൈക്കാട്രിക് ഡിസോർഡർ ഞാൻ പറയത്തില്ല. ഇപ്പോൾ സ്കിസോഫ്രീനിയ, ബൈപ്പോളർ ക്യൂറബിൾ അല്ല, ലൈഫ് ലോങ് ചിലപ്പോൾ മെഡിക്കേഷൻ വേണം. പക്ഷേ ഡിപ്രഷൻ അങ്ങനെയല്ല. ഡിപ്രഷൻ ആണെങ്കിൽ കൃത്യമായ മെഡിക്കേഷൻ ആൻഡ് സൈക്കോതെറാപ്പി ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അല്ല, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കോസ് ഡിപ്രഷനാണ്. വിഷാദ രോഗം കാരണമാണ് സൂയിസൈഡിലോട്ട് പോകുന്നത്. ഈ ഡ്രഗ്സ് പലപ്പോഴും വരുന്നത് ആൽക്കഹോൾ. പലരും ഞങ്ങളുടെ മെഡിക്കൽ കോളേജിൽ എല്ലാ ദിവസവും 4-5 കേസസ് എങ്കിലും ഞങ്ങൾക്ക് കൺസൾട്ടേഷൻ വരും. ഈ സൂയിസൈഡ് ഒരു മെഡിക്കോ ലീഗൽ സംഭവമായതുകൊണ്ട് സൈക്യാട്രിസ്റ്റ് കണ്ടിരിക്കണം എന്നുള്ള കമ്പൽസറിയാണ്. MLC എന്ന് പറഞ്ഞ് എഴുതും ഫയലിൽ, സൈക്യാട്രിസ്റ്റ് കണ്ടിരിക്കണം. ഒരു 5-6. അപ്പോൾ അതിൽ ചില ആൾക്കാർ മദ്യപിച്ച് പോയിട്ട് ചെയ്യണേ. മദ്യപിച്ചിട്ട് അവർ ചിലപ്പം ഹാങ് ചെയ്യാൻ നോക്കും, അല്ലെ ഇൻസെക്ടിസൈഡ് എടുത്ത് കഴിക്കും. പിറ്റേ ദിവസം മദ്യത്തിൻ്റെ എഫക്റ്റ് പോകുമ്പോൾ ഞങ്ങൾ പോയി ചോദിക്കുമ്പോൾ അവർ പറയും, സാറേ അതാ ഓർമ്മയില്ലാണ്ട് ചെയ്തതാണ്. അതൊരു ആക്ച്വലി അവർക്ക് സൂയിസൈഡ് ചെയ്യണമെന്നില്ല, പക്ഷേ കുടിച്ചപ്പം ആ ഒരു ഇതിനകത്ത് അവർ ചെയ്തതാണ്. അങ്ങനെയാണ് ആൽക്കഹോളും ഇതും കൂടെ വരുന്നത്. അല്ലാണ്ട് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സൂയിസൈഡിൻ്റെ പുറകിൽ വിഷാദ രോഗമാണ്, ഡിപ്രഷൻ. അതെന്തോ മാഡം ചോദിച്ചിരുന്നു? എന്ത് ബ്രെയിൻ ജിം? എക്സർസൈസ് ബ്രെയിനകത്ത് എൻഡോർഫിൻ എന്ന് പറയുന്ന കെമിക്കൽസ് ഉണ്ടാക്കും. എൻഡോർഫിൻ്റെ എക്സാമ്പിളാണ് എൻകെഫാലിനും എൻഡോർഫിനും. ഇത് രണ്ടും തലച്ചോറിനകത്ത് എക്സസൈസ് ചെയ്യുമ്പോൾ വരുന്ന കെമിക്കലാണ്. നിങ്ങൾ മോർഫിൻ എന്ന് കേട്ടിട്ടുണ്ടോ? മോർഫിൻ, പെത്തഡിൻ. ഈ ഹെറോയിൻ എന്ന് കേട്ടിട്ടില്ലേ? ഹെറോയിൻ ഒരു സിന്തറ്റിക് ഒരു ഹോർമോണാണ്, കെമിക്കലാണ്. ഈ ഹെറോയിൻ അല്ലെങ്കിൽ മോർഫിനൊക്കെ കൊടുക്കുന്നത് വേദനയ്ക്കാണ്. നമ്മൾ ക്യാൻസർ രോഗികൾക്ക് ക്യാൻസർ പെയിൻ കുറയ്ക്കാൻ മോർഫിൻ കൊടുക്കും. അപ്പോൾ ഈ പെയിൻ, ശരീരത്തിൽ വേദന വരുമ്പോൾ ശരീരം തന്നെ ഉണ്ടാക്കുന്ന വേദന സംഹാരികളിൽ പെടുന്നതാണ് എൻഡോജിനസ് ഓപ്പിയോയിഡ്സ്, അതാണ് എൻഡോർഫിൻ. അപ്പോൾ ഈ എക്സസൈസ് നല്ലോണം ചെയ്താൽ ബ്രെയിനകത്ത് ഓട്ടോമാറ്റിക്കലി എൻഡോർഫിൻ വരും. ഈ എൻഡോർഫിന് ഒരു മൂഡ് എഫക്റ്റും ഉണ്ട്. ആൾക്കാർ ഹെറോയിൻ ഏറ്റവും അഡിക്റ്റീവായിട്ടുള്ളൊരു സാധനത്തിൽപ്പെട്ടതാണ് ഹെറോയിൻ. അപ്പോൾ അതേപോലെയുള്ള കെമിക്കലാണ് നല്ലോണം എക്സസൈസ് ചെയ്യുമ്പോൾ തലച്ചോറിൽ ഉണ്ടാവുന്നത്. അപ്പോൾ നല്ലോണം എക്സസൈസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഹാർട്ട് റേറ്റിന് ഒരു ടാർഗറ്റ് ഹാർട്ട് റേറ്റ് എന്ന് പറയും. നമ്മുടെ ഏജുമായിട്ട് കണക്റ്റഡ് ആണ് ഈ ടാർഗറ്റ് ഹാർട്ട് റേറ്റ്. ഈ ടാർഗറ്റ് ഹാർട്ട് റേറ്റ് അരമണിക്കൂറെങ്കിലും മെയിൻറ്റെയിൻ ചെയ്താലേ ഒരു നല്ല എക്സസൈസ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഐഡിയലി അരമണിക്കൂർ ഓടണം. അരമണിക്കൂർ ഓടുക, അല്ലെങ്കിൽ ജിമ്മിൽ പോവുക, ജിമ്മിൽ പോയിട്ട് വെയിറ്റ് എടുക്കുക, ഷട്ടിൽ പോലെയുള്ള എക്സസൈസ്, ഇതൊക്കെ ഹാർട്ട് റേറ്റ് കൂട്ടുന്ന എക്സസൈസാണ്.
അപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ കളിക്കുന്ന ജിമ്മിൽ പോകുന്ന ആൾക്കാരുണ്ടോ ഇതിനകത്ത്? ആരുമില്ലേ? എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർ എന്താ ചെയ്യുന്നത്? എല്ലാവരും ചെയ്യും. എത്ര നേരം? ഓടുന്ന ആൾക്കാരുണ്ടോ? ജിം അല്ല, ജോഗിങ്, സൈക്ലിംഗ്. സാർ ഓടുന്ന ആളാണ്. ഒരു ദിവസം എത്ര നേരം ഓടും? സാർ ഇപ്പോൾ ഒരു ദിവസം ഓടിയില്ലെങ്കിൽ സാറിന് എന്തെങ്കിലും ഡിഫറൻസ് ഫീൽ ചെയ്യുമോ? ഒരു 2 ദിവസം ഓടാൻ പറ്റിയില്ലെങ്കിൽ ഒരു ഡിഫറൻസും ഇല്ല. 2 or 3 ദിവസം ഓടിയില്ലെങ്കിൽ. അങ്ങനെ ഓടാണ്ടിരുന്നിട്ടില്ല. എല്ലാ ദിവസവും ഓടാറില്ല സാർ അല്ലേ? അപ്പോൾ ഒരാഴ്ച 2 ആഴ്ച ഓടാണ്ടിരുന്ന് നോക്കിയിട്ടുണ്ടോ? ഇരുന്നിട്ടില്ല. സാറ് ഡെയിലി ഓടാറുണ്ടല്ലേ? 1 മണിക്കൂർ ഓടും ഏകദേശം. എല്ലാ ദിവസവും ഓടും. സാർ ഒരു 2-3 ദിവസം ഓടാണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഒന്നുമില്ല. കുറച്ചൊരു എനർജി കുറവ് ഇല്ലേ? ശരിയല്ലേ? അതെന്തുകൊണ്ടാണ്? വിഡ്രോവലാണ്. ഡെയിലി ഓടുന്ന ആൾക്ക് ബ്രെയിൻ ആ ഒരു എൻഡോർഫിൻ ആ ലെവലിലാണ് മെയിൻറ്റെയിൻ ചെയ്യണേ. അപ്പോൾ 2-3 ദിവസം ഓടിയിട്ടില്ലെങ്കിൽ ശരിക്കും നല്ലോണം എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കൊരു ചെറിയ വിഡ്രോവൽ വരും. ആക്ച്വലി എക്സസൈസ് ഒരു തരത്തിൽ അഡിക്ഷനാണ്, പക്ഷേ ഇറ്റ് ഇസ് എ പോസിറ്റീവ് അഡിക്ഷൻ. അതുകൊണ്ട് നമുക്ക് ഗുണമേ ഉള്ളൂ. നമ്മൾ ആ ചോദ്യത്തിലോട്ട് പോകാൻ കാരണം എന്തായിരുന്നു? ബ്രെയിൻ ജിം അല്ലേ? ബ്രെയിൻ ജിം എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ പറഞ്ഞ പോലെ ആക്ച്വൽ ഫിസിക്കൽ എക്സസൈസ് ആണ്. അത് തലച്ചോറിൽ എൻഡോർഫിൻ കൂട്ടും. പിന്നെ നമ്മൾക്ക് ഈ ഡിമെൻഷ്യ, അൽസീമേഴ്സ് ഡിമെൻഷ്യയൊക്കെ ഇല്ലേ, അത് വരാതിരിക്കാൻ ഈ ബ്രെയിൻ ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന് പഠനങ്ങളുണ്ട്. നമ്മൾ ബ്രെയിൻ ഉപയോഗിക്കുക, ബ്രെയിൻ ഉപയോഗിച്ച് ചെസ്സ് കളിക്കുക, അല്ലെങ്കിൽ പസിൽസ് സോൾവ് ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം ഈ ഡിമെൻഷ്യ വരാനുള്ള സാധ്യത കുറയും. അങ്ങനെ എന്തും പുതിയത് പഠിക്കുന്നത് ബ്രെയിനിന് ഒരു എക്സസൈസാണ്. നമ്മൾ നേരത്തെ നിർത്തിയ സ്ലൈഡിലോട്ട് പോവാമോ? ഏതാണ്ട് ഇവിടെ എങ്ങാണ്ട് എത്തി അല്ലേ? ഇനിയും കഴിഞ്ഞില്ലേ? അടുത്തതിൻ്റെ അടുത്ത് വെക്കോ? അതും കഴിഞ്ഞു. നെക്സ്റ്റ്. അപ്പം നമ്മൾ കുട്ടികളുടെ തലച്ചോറ് നോക്കുമ്പം 2 പ്രായത്തിലാണ് ഏറ്റവും കൂടുതൽ തലച്ചോറിൽ മാറ്റങ്ങൾ വരും. പ്രൂണിങ് എന്ന് നമ്മൾ പറയും. ഈ തലച്ചോറ് എന്ന് പറഞ്ഞാൽ കുറേ ന്യൂറോൺസിൻ്റെ കണക്ഷൻസാണ്. തലച്ചോറിൻ്റെ സെല്ലാണ് ന്യൂറോൺ. ഈ ന്യൂറോൺസ് തമ്മിൽ ഇങ്ങനെ കണക്ഷൻസ് ഉണ്ട്. ബില്യൺസ് കണക്ഷൻസ് ആണ്. എണ്ണിയാൽ ഒടുങ്ങാത്ത കണക്ഷൻ, സിനാപ്സിസ് ഒക്കെ. ജനിച്ചിട്ട് ആദ്യത്തെ 4 വയസ്സ് വരെ, അതുപോലെ തന്നെ അഡോളസൻസ്, ആ 12 to 16, 12 to 18, ഈ 2 പ്രായത്തിലാണ് ബ്രെയിനിൻ്റെ കണക്ഷൻസിൽ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ വരുന്നത്. അത് നമ്മൾ ചെടിയൊക്കെ ഇങ്ങനെ വെട്ടി ഷേപ്പാക്കില്ലേ? ഇപ്പോൾ ഒരു കൗമാര പ്രായത്തിലെ ഒരാളുടെ തലച്ചോറ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ നടക്കുന്ന ഒരു സമയമാണ്. അതാണ് അതിൻ്റെ ബയോളജി. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു 12 വയസ്സ് 13 വയസ്സാകുമ്പോഴത്തേക്കും പേരൻസ് വന്നിട്ട് ഇപ്പോൾ അവൻ ഭയങ്കര ദേഷ്യമോ അല്ലെങ്കിൽ അവൾ ഭയങ്കര ദേഷ്യമോ പറഞ്ഞാൽ ഒന്നും അനുസരിക്കുന്നില്ല, പെട്ടെന്ന് ദേഷ്യം വരുന്നു? നമ്മളൊക്കെ ആ പ്രായത്തിൽ കൂടെ കടന്നു പോയിട്ടുള്ളവരാണ്. നമുക്കൊക്കെ ഒരു കൗമാരം ഉണ്ടായിരുന്നു. ഈ കൗമാരത്തിൻ്റെ സമയത്ത് നമുക്ക് ഇമോഷൻസ് നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ബ്രെയിനിൽ ഒരുപാട് ചേഞ്ചസ് നടക്കുന്ന സമയമാണ്. ഒരു 20-25, ഒരു 20-25 വയസ്സാകുമ്പോഴാണ് ഫൈനൽ ബ്രെയിനിൻ്റെ ഷേപ്പ് ആവുന്നത്. ആ ഷേപ്പ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വയസ്സാവുന്നവരെ അതേ ഷേപ്പായിരിക്കും. പക്ഷേ ആ ഒരു അറൗണ്ട് 18 ഇയേഴ്സ് തലച്ചോറിൽ ഒരുപാട് മാറ്റങ്ങൾ നടക്കുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് എക്സ്പീരിയൻസസ്, അനുഭവങ്ങൾ നമ്മുടെ മനസ്സിൽ ലാസ്റ്റിംഗ് ചേഞ്ചസ് ഉണ്ടാക്കും. അപ്പോൾ ഇവിടെയൊക്കെയാണ് ഈ ഡ്രഗ്സിൻ്റെ ഉപയോഗത്തിൻ്റെ ഒരു അപകടം. ഇപ്പം നമ്മൾ ഈ കഞ്ചാവും മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്ന ഏജ് നോക്കിയാൽ ഒരു 15-നും 25-ൻ്റെയും ഇടയ്ക്ക് ആ സമയത്ത് അവർ ഈ ഡ്രഗ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് മാനസിക രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. ഞങ്ങൾ കാണുന്നതാണ് മെഡിക്കൽ കോളേജിൽ ഈ 15-25 വയസ്സിൻ്റെ ഇടയ്ക്ക് കഞ്ചാവ് ഉപയോഗിച്ചിട്ട് മാനസിക രോഗം വന്ന് അഡ്മിറ്റ് ആവുന്ന ആൾക്കാർ. അതേസമയം 25 വയസ്സ് കഴിഞ്ഞാൽ തലച്ചോറ് കുറച്ചുകൂടെ സ്റ്റേബിളാണ്. പെട്ടെന്ന് അത് ഇത്ര ഇഫക്റ്റ് വരത്തില്ല കഞ്ചാവിനും മയക്കുമരുന്നിനൊക്കെ. അതുപോലെ തന്നെ ഈ ഇമോഷൻസ് ഈ സമയത്ത് കുട്ടികൾക്ക് ദേഷ്യം അങ്ങനെയൊക്കെ ഇത് വരാം. അത് ആ പ്രായത്തിൻ്റെയാണ്. ഹോർമോണൽ ഇഫക്റ്റ് ഉണ്ട്. ആണുങ്ങൾക്കാണെങ്കിലും പെണ്ണുങ്ങൾക്കാണെങ്കിലും ഈ സെക്സ് ഹോർമോൺസ്
വരുന്ന സമയം അത്. അപ്പോൾ അതിൻ്റേതായ ഇമോഷണൽ ചേഞ്ച്. ഞാൻ നേരത്തെ ഈസ്ട്രോജനും പ്രൊജസ്ട്രോണിൻ്റെ കാര്യം പറഞ്ഞു. ആണുങ്ങൾക്ക് ഈ ടെസ്റ്റോസ്റ്ററോൺ എഗെയിൻ അഗ്രഷൻ ഉണ്ടാക്കും. അപ്പം അതുകൊണ്ട് ആൺകുട്ടികൾ ഒരു അഗ്രസീവ് ആകാം ഈ പ്രായത്തിൽ. The eye does not see, the ear does not hear what the brain does not think of. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ കാണുന്നതൊക്കെ യാഥാർത്ഥ്യമാണെന്നാണ്. നമ്മൾ കണ്ണുകൊണ്ട് കണ്ടു എന്നൊക്കെ പറയും. ഞാനൊരു ഉദാഹരണം കാണിക്കാം. ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ഒരു വെർട്ടിക്കൽ ലൈനാണോ ഹൊറിസോണ്ടൽ ലൈനാണോ കൂടുതൽ നീളം? ഒറ്റ നോട്ടത്തിൽ അല്ലേ? അതുകൊണ്ടാണ് മറ്റേ ഇപ്പുറത്തെ സ്കെയിലൊക്കെ വെച്ച് കാണിച്ചത്. പക്ഷേ ഒറ്റ നോട്ടത്തിൽ നോക്കി കഴിഞ്ഞാൽ അതുകൊണ്ടാണ് നമ്മളിങ്ങനത്തെ, ഇത് ഒരു വെർട്ടിക്കൽ ലൈനുള്ള ഷർട്ടാണ്, ഇങ്ങനെയുള്ള ഷർട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തടി കുറവായിട്ട് തോന്നും. അപ്പോൾ കാണുന്നതൊക്കെ നമ്മൾ വിശ്വസിക്കാവോ? അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു വിഷ്വൽ ഇല്യൂഷനാണ്. ഇപ്പോൾ ഒരു കൗമാരപ്രായത്തിലെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അവൻ്റെ പിയർ ഗ്രൂപ്പ് ആയിരിക്കും. പിയർ ഗ്രൂപ്പ്, അവൻ്റെ സമപ്രായക്കാർ. അപ്പോൾ അവനോട് അധ്യാപകർ പറയും, മോനെ ഈ കഞ്ചാവൊന്നും ഉപയോഗിക്കരുത്. നമ്മൾ പോലീസുകാർ ഇങ്ങനെ ക്ലാസ് എടുക്കും, കഞ്ചാവ് ഉപയോഗിക്കരുത്. അച്ഛനും അമ്മയും പറയും കഞ്ചാവ് ഉപയോഗിക്കരുത്. പക്ഷേ അവൻ സ്കൂളിൽ ചെല്ലുമ്പം അവൻ്റെ കൂട്ടുകാർ, എടാ ഇന്ന് ഇങ്ങനൊരു സാധനം കിട്ടിയിട്ടുണ്ട്, ഭയങ്കര സൂപ്പർ സംഭവമാണ്, നീ സിനിമയും കണ്ടിട്ടില്ലേ, ഇടുക്കി ഗോൾഡ്, അല്ലെങ്കിൽ ഏതാണ്ടൊക്കെ സിനിമ, ഇപ്പം ചുരുളി ഞാൻ കണ്ടിട്ടില്ല, അതെന്ന് പറയുന്നു. അപ്പോൾ ആ സാധനമാണിത്, സൂപ്പറാണ്, ഭയങ്കര സംഭവമാണ്. ഈ പ്രായത്തിൽ ഈ പിയർ പ്രഷർ ഭയങ്കര സ്ട്രോങ് ആണ്. അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവർ കൂട്ടുകാർ പറയുന്നത് കേൾക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അത് ഈ പ്രായത്തിൻ്റെ സൈക്കോളജിയാണ്. അപ്പോൾ നമുക്ക് തോന്നാം ഇതെന്താ അവന് എന്താ പറയുക, കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവാത്ത എന്താ, നല്ല വിവരമുള്ള കുട്ടിയായിരുന്നല്ലോ, ഞാൻ പറഞ്ഞത് അവന് മനസ്സിലാവേണ്ടതാണല്ലോ. പക്ഷെ അവൻ കാണുന്ന ലോകം നിങ്ങൾ കാണുന്ന ലോകം ആവണമെന്നില്ല. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ ഈ പറഞ്ഞ ഇല്യൂഷൻ. ഈ ഇല്യൂഷൻ്റെ സംഭവം നമ്മുടെ എല്ലാ ചിന്താഗതിയെയും എഫക്റ്റ് ചെയ്യാം. നമ്മുടെ ഒക്കെ മനസ്സിൽ കുറേ കോൺസെപ്റ്റുകളുണ്ട്. ഉദാഹരണത്തിന് സൈക്യാട്രിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, ആരാണ് എന്നൊക്കെ നമ്മുടെ മനസ്സിലൊരു കോൺസെപ്റ്റ് ഉണ്ടാകാം. പലപ്പോഴും ഈ സിനിമയിലൊക്കെ കാണുന്ന ഒരു ഉഷാന്താടി, പിന്നെ ആർക്കും മനസ്സിലാവാത്ത എന്തൊക്കെയോ പറയുന്നു, അങ്ങനെയൊക്കെ ഒരു ഇമേജാണ് നമ്മുടെ മനസ്സിലുള്ളത്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട് കൂടിയിട്ടായിരിക്കും ഒരു സൈക്യാട്രിസ്റ്റ് വരുമ്പം എന്നുള്ള ആളെ കാണുക. അതേപോലെ മാനസിക രോഗി, അപ്പോൾ ഓൾറെഡി ആരെങ്കിലുമൊക്കെ പറയാണ് ഇത് മാനസിക രോഗമുള്ള ആളാണ്, അപ്പം നമ്മൾ പിന്നെ ആ രീതിയിലായിരിക്കും ആളെ നോക്കുക, ഇല്ലേ? അപ്പം നമ്മുടെ കാഴ്ചപ്പാടുകൾ നമ്മൾ കാണുന്നതിനെ സ്വാധീനിക്കും. പലതരത്തിലുള്ള നമ്മുടെ കാഴ്ചപ്പാട് സ്വാധീനിക്കുക. അപ്പം അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിരുന്നു ഇത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇമോഷണൽ ബ്രെയിൻ കൂടുതൽ പവർഫുൾ ആയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. കുട്ടികളുടെ കേസിൽ ഈ ഡെവലപ്മെൻ്റൽ ഏജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ പ്രായത്തിനനുസരിച്ച് അവരുടെ സൈക്കോളജി ഒക്കെ മാറും. ഒരു 3 വയസ്സോ 5 വയസ്സുള്ള കുട്ടിയുടെ പോലെ അല്ല ഒരു സ്കൂള് 6-8 വയസ്സുള്ള കുട്ടി, അതുപോലെയല്ല ഒരു അഡോളസെൻ്റ്. അപ്പോൾ ഓരോ പ്രായത്തിലും അവരുടെ എന്തൊക്കെയാണ് അവരുടെ ആ ഒരു പ്രായത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുക എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് കുറേ ഉണ്ട്. ഇത് സ്ലൈഡ് തന്നെ ഇതിനകത്ത് ഫിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. മോട്ടോർ, സോഷ്യൽ, ലാംഗ്വേജ്, അങ്ങനെ പല മൈൽ സ്റ്റോൺസ് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണ്ട, പക്ഷേ നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. ഓരോ പ്രായത്തിലും ഓരോ മൈൽ സ്റ്റോൺസ് ഉണ്ട്. ഒരു ഉദാഹരണത്തിന് ഇമാജിനറി ഫ്രണ്ട് എന്നൊരു സംഭവമുണ്ട്. ചിലപ്പോൾ ഒരു 4-5 വയസ്സുള്ള കുട്ടി ഒരു ഇമാജിനറി ഫ്രണ്ടുമായിട്ടൊക്കെ സംസാരിച്ചു എന്ന് പറയാം. എനിക്കൊരു ഇമാജിനറി ഫ്രണ്ട് ഉണ്ട്. ചില കുട്ടികൾ അത് ആ പ്രായത്തിൽ നോർമൽ ആകാം, പക്ഷേ അതൊരു 10-12 വയസ്സിൽ നോർമൽ അല്ല. അതേപോലെ സെപ്പറേഷൻ ആങ്സൈറ്റി എന്നൊരു സംഭവം. ഒരു LKG ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന കുട്ടി അച്ഛനും അമ്മയും വിട്ടു നിൽക്കാനായിട്ട് പേടിക്കാം. ഇനി അതിനെ പുറകെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒബ്ജക്റ്റ് പെർമനൻസ് എന്നൊരു സംഭവമുണ്ട്. ഇപ്പോൾ ഞാൻ ഈ റൂമിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പോയിട്ട് തിരിച്ചു വരും, ഇല്ലേ? പക്ഷേ ഒരു 6 മാസത്തിൽ താഴെ പ്രായമുള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ കൺവെട്ടത്ത് നിന്ന് പോകുക എന്നുള്ളത് പ്രപഞ്ചത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാകുന്ന പോലെയാണ്. ഈ 6 മാസമുള്ള കുട്ടിയുടെ അമ്മ ആ കുട്ടിയെ വിട്ട് പോകുമ്പോൾ എങ്ങനെ ഇത് കണ്ടുപിടിച്ചോ എന്ന് എന്നോട് ചോദിക്കരുത്, പക്ഷെ ആ കുട്ടിയുടെ തോന്നൽ അമ്മ ഇസ് നോ മോർ.
മനസ്സിലായോ? ഒബ്ജക്റ്റ് പെർമനൻസ് വന്നിട്ടില്ല. കുറേ എക്സ്പെരിമെൻ്റ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ പുറകിൽ, ആനി എക്സ്പെരിമെൻ്റ് ഒക്കെ. പക്ഷേ ആ ഒബ്ജക്റ്റ് പെർമനൻസ് വരണമെങ്കിൽ കുറച്ചുകൂടെ പ്രായമാവണം, 1 വയസ്സാവണം. 1 വയസ്സാകുമ്പം ആ അമ്മ പോയാലും അമ്മ ഉണ്ട് എന്നുള്ളൊരു കോൺസെപ്റ്റ് വരും. അപ്പോൾ ഇങ്ങനെ ഓരോ കുട്ടിയുടെയും പ്രായത്തിനനുസരിച്ച് കുറേ സൈക്കോളജിക്കൽ കാര്യങ്ങൾ. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു, അഡോളസൻസ്. ഇപ്പോൾ ഒരു കോൾബർഗ്സ് തിയറി ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ് കോൾബർഗ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മൊറാലിറ്റീനെ കുറിച്ചുള്ള കോൺസെപ്റ്റ്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഒരു ഹസ്ബൻഡ്, ആളുടെ ഭാര്യ മരണാസന്ന നിലയിലാണ്. ജീവൻ രക്ഷിക്കണമെങ്കിൽ ഒരു മരുന്ന് വേണം. ആ മരുന്ന് ആ തൊട്ട് വീടിൻ്റെ അടുത്തുള്ള കടയുടെ അകത്തുണ്ട്. പക്ഷേ കട പൂട്ടിയിരിക്കുകയാണ്. ജീവൻ രക്ഷിക്കണമെങ്കിൽ ഈ കട പൊളിച്ച് മരുന്നെടുത്ത് കൊടുത്താൽ മാത്രമേ ഭാര്യയുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അയാൾ രാത്രി ആ കട കുത്തി തുറന്ന് ആ മരുന്നെടുത്ത് ഭാര്യയെ രക്ഷിക്കാൻ നോക്കുകയാണ്. അയാൾ ചെയ്തത് ശരിയാണോ തെറ്റാണോ? അപ്പോൾ എന്ത് തോന്നുന്നു സാർ, ശരിയാണോ? പക്ഷേ നിയമത്തിന് എതിരാണല്ലോ. അപ്പം കട കുത്തി തുറഞ്ഞു, ഏതൊക്കെയാണ് നിയമം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം അയാളെ പിടിച്ച് ജയിൽ വാട്ടെവർ പണിഷ്മെൻറ്റ് കൊടുക്കേണ്ടതല്ലേ? അയാളെ വെറുതെ വിടുവോ? എങ്ങനെ? മരുന്നിൻ്റെ പൈസ അതൊരു എക്സാമ്പിളാണ്. സപ്പോസ് ഭയങ്കര കോസ്റ്റ്ലി മരുന്നാണെങ്കിലോ, മറ്റേ എന്താണ് സ്പൈനൽ എന്തോ 16 കോടിയുടെ മരുന്നാണ് ആൾ എടുക്കുന്നെങ്കിലോ? ഇപ്പം ഈ ഒരു ശരിയാണ് എന്നുള്ളൊരു കോൺസെപ്റ്റേ ഒരു അഡോളസൻ്റ് ആവുമ്പോഴാണ് വരിക. ഈ പ്രീ കൺവെൻഷണൽ സ്റ്റേജിൽ അവർക്ക് ആ മൊറാലിറ്റിയുടെ കോൺസെപ്റ്റ്, തെറ്റ് ശരി എന്നുള്ളത് ബ്ലാക്ക് ഓർ വൈറ്റ് ആണ്. ചെറിയ കുട്ടികൾക്ക് തെറ്റ് എന്ന് പറഞ്ഞാൽ തെറ്റ്, ശരി എന്ന് പറഞ്ഞാൽ ശരി. എന്തുകൊണ്ട് തെറ്റ് സംഭവിച്ചു എന്നൊന്നും അവർക്ക് ചിന്തിക്കാനുള്ള ഇമോഷണൽ ഡെവലപ്മെൻറ്റ് വന്നിട്ടില്ല. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ചൈൽഡ് അബ്യൂസിലാണ്. ചൈൽഡ് അബ്യൂസ്. അപ്പോൾ ചൈൽഡ് അബ്യൂസിൽ പലപ്പോഴും ഈ ഗ്രൂമിങ് നടത്തും. ഈ ചൈൽഡ് അബ്യൂസ്, പ്രത്യേകിച്ച് ലൈംഗികമായിട്ടുള്ള അബ്യൂസ് നടത്തുന്ന ആൾക്കാർ അവർ ടാർഗറ്റ് ചെയ്യും. ഏത് തരം പെൺകുട്ടികളാണ് ചൂഷണം ചെയ്യാൻ പറ്റുക? കുറച്ച് ധൈര്യം കുറവുള്ള പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ അവർ പതുക്കെ അവരുമായിട്ടൊരു ചങ്ങാത്തം സ്ഥാപിക്കും. അവർ നല്ല ഫ്രണ്ട്ലി അങ്കിളായി മാറും. ഇടയ്ക്ക് ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ ഒരു ഫ്രണ്ട്ലി ഒരു ഇത് സ്ഥാപിച്ചതിന് ശേഷമാണ് ഇവർ കുട്ടീനെ ലൈംഗികമായിട്ട് പീഡിപ്പിക്കുക. ഈ കുട്ടിയുടെ മനസ്സിൽ ഇത് ഭയങ്കരമായിട്ടുള്ളൊരു കോൺഫ്ലിക്റ്റാണ് ഉണ്ടാക്കുന്നത്. ഇത് തെറ്റാണ് ചെയ്തതെന്നറിയാം, പക്ഷേ അത് ഈ അങ്കിളാണ് ചെയ്തത്. ഒരു അഡോളസൻ്റ് ആണെങ്കിൽ ചിലപ്പോൾ പ്രതികരിക്കാനുള്ള ശക്തി ഉണ്ടാവും. പക്ഷേ ചെറിയ കുട്ടിക്ക് ആ ലെവലല്ല ആളുടെ മൊറാലിറ്റി. ബ്ലാക്ക് ഓർ വൈറ്റ് കൈൻഡ് ഓഫ് തിങ്കിങ് ആണ് അവിടെ. ഞാൻ നേരത്തെ ഇത് എറിക് എറിക്സൺ എന്ന് പറഞ്ഞ ആളാണ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞത്. എറിക്സൺ. ഇതിനകത്ത് അഡോളസൻ്റെ കാര്യം ഞാൻ പറയാം. ഐഡൻറ്റിറ്റി ആണ് ഒരു അഡോളസനെ സംബന്ധിച്ചോളം ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. എന്താണ് ഐഡൻറ്റിറ്റി? ഞാൻ എന്ന ഭാവം. ഞാനൊരു അഡോളസൻ്റ് ആണെങ്കിൽ ഞാൻ എങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് ഡിഫറെൻ്റ് ആകുന്നു എന്നതാണ് ആ സമയത്ത് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പം ഞാൻ ചിലപ്പം എൻ്റെ പേരൻസിനെയും എൻ്റെ ടീച്ചേഴ്സിനെയൊക്കെ ഒപ്പോസ് ചെയ്യാനുള്ള കാരണം ഐ വോണ്ട് ടു എസ്റ്റാബ്ലിഷ് മൈ ഓൺ ഐഡൻറ്റിറ്റി. എനിക്കെൻ്റെ അച്ഛനെ പോലെ തന്നെയായും എനിക്ക് സ്വന്തം ഐഡൻറ്റിറ്റി ഇല്ലല്ലോ. അപ്പം ഈ ഒരു പ്രായത്തിൽ ഒരു ഐഡൻറ്റിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു സൈക്കോളജിക്കൽ നീഡ് കുട്ടികളിൽ ഉണ്ടാകാം നോർമലായിട്ട്. അപ്പം അതുകൊണ്ടാണ് ഈ പിയർ പ്രഷർ വരുന്നത്. അതുകൊണ്ടാണ് ഈ പേരൻസ് എപ്പോഴും അവർക്ക് ശത്രുക്കളായിരിക്കും. ഈ ടീച്ചർമാരും ഉപദേശികളും. ഇപ്പോൾ ഈ അഡോളസൻസിനൊക്കെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഉപദേശി എന്ന രീതിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവർ ഷട്ട് ഓഫ് ചെയ്യും. അവർ ഒരു ചെവി കൂടെ കേട്ട് വേറെ ചെവി കൂടെ കളയും. അവർ കുറേ ഉപദേശികളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഉപദേശിയല്ല വേണ്ടത്, അവർക്ക് കാര്യങ്ങൾ ഫാക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് അത് ചൂസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള റെസ്പോൺസിബിലിറ്റി കൊടുക്കുകയാണ് വേണ്ടത്. കാരണം ആ ഒരു പ്രായത്തിൽ സെൽഫ് ഐഡൻറ്റിറ്റി, ഞാൻ, അത് ഒരു അഡോളസനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. സിഗ്മണ്ട് ഫ്രോയിഡ് ഇങ്ങനെ പറഞ്ഞു, ജർമ്മനാ, എനിക്ക് അറിഞ്ഞൂടാ, ഇതാണ് പക്ഷേ അദ്ദേഹം ഉദ്ദേശിച്ചത്, ലീബൻ ആൻഡ് അർബിറ്റിൻ. ഫ്രോയിഡ് പറഞ്ഞത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് മനുഷ്യന് വേണ്ടത്
ലവ് ആൻഡ് വർക്ക്. സ്നേഹിക്കാനുള്ള കഴിവും ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യാനുള്ള കഴിവും ഉണ്ടെങ്കിൽ നമ്മൾ ഹാപ്പി ആയിരിക്കും എന്നാണ് ഫ്രോയിഡ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ ഇതൊക്കെ വരണമെങ്കിൽ അഡോളസെൻ്റ് പ്രായം കഴിയണം. അപ്പോൾ നമ്മൾ കുറച്ച് ബയോളജി പറഞ്ഞു, കുറച്ച് സൈക്കോളജി പറഞ്ഞു, കുറച്ച് സോഷ്യൽ കാര്യങ്ങൾ ഞാൻ പറയാം. ഈ കുട്ടികളെ കാണുന്ന കേസ് ആയതുകൊണ്ട് ഈ കോവിഡ് വന്നതിന് ശേഷം കുട്ടികളൊക്കെ ഏതാണ്ട് അടച്ചിട്ട നിലയിലാണ്. ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ പലരും ഈ സോഷ്യൽ കോണ്ടാക്റ്റൊക്കെ ഇല്ലാത്ത കാരണം അവർ കുറച്ച് പുറകോട്ട് പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് പഠന നിലവാരം പുറകോട്ട് പോയിട്ടുണ്ട്. മാത്സിൻ്റെ കണക്കിൻ്റെ കാര്യത്തിലും ലാംഗ്വേജിൻ്റെ കാര്യത്തിലുമൊക്കെ കുട്ടികളുടെ നിലവാരം മൊത്തത്തിൽ താഴോട്ട് പോയിട്ടുണ്ട് ഈ കോവിഡ് വന്നതിന് ശേഷം. പിന്നെ ഈ കൂട്ടുകെട്ടുകൾ, ഇപ്പം നമ്മൾ എന്തിനാണ് സ്കൂളിൽ അയക്കുന്നത്? ഇംഗ്ലീഷും ഹിന്ദിയും മാത്സും പഠിപ്പിക്കാനാണോ? അതിന് മാത്രമല്ല, നമ്മൾ സാമൂഹിക ബന്ധങ്ങൾ മനസ്സിലാക്കുന്നത് ഈ ഒരു സ്കൂളിൽ കൂടെയാണ്. പണ്ട് കാലത്ത് ഒരു സോഷ്യൽ ലൈഫ് ഉണ്ടായിരുന്നു. ഇപ്പം എൻ്റെ അച്ഛൻ്റെ നാട് കുറ്റിയാടിയാണ്, കണ്ണൂർ, കോഴിക്കോട് കുറ്റിയാടി ഒരു ഗ്രാമമാണ്. അപ്പോൾ പണ്ട് കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ ആ ഗ്രാമത്തിൽ കൂടെ നടക്കുമ്പോൾ എല്ലാവരും നമ്മോട് ചോദിക്കും, ആരാ, എവിടെന്നാ, എങ്ങോട്ടാ പോകണ്ടേ, വഴി കൂടെ ചോദിക്കും. അവർക്ക് നമ്മളെ പരിചയപ്പെടാൻ ആഗ്രഹമുണ്ട്, നമ്മൾ ആരാന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. ഓരോ വീടും തമ്മിൽ കുറേ ദൂരമുണ്ട്, അടുത്തടുത്തൊന്നുമല്ല വീട്. പക്ഷെ ഇന്ന് ഞാൻ എറണാകുളത്താണ് ജനിച്ചു വളർന്നത്. അപ്പം അടുപ്പിച്ചടുപ്പിച്ച് വീടുകളാണ്. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നിങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര പേർക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റും നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരെയൊക്കെ നിങ്ങൾക്ക് അറിയാം? നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? നമ്മൾ അന്വേഷിക്കാറുണ്ടോ അവരാരാ, എന്താ? അപ്പം നമ്മുടെ കുട്ടികൾ എങ്ങനെയാണ് ഇപ്പോൾ വളരുന്നത്? വീട്ടിൻ്റെ മുന്നിൽ വണ്ടി വരും, സ്കൂൾ ബസ് വരും, വാനോ എന്തെങ്കിലും വരും, അതിനകത്ത് കയറും, സ്കൂളിൽ പോകും, തിരിച്ചു വരും. ആ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരുമായിട്ട് ഇൻട്രാക്ഷൻ, ഒരു സോഷ്യൽ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടോ നമുക്ക്? ഉണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. പക്ഷേ പലപ്പോഴും ഈ കമ്മ്യൂണിറ്റി ഫാമിലിയാണ്. നമുക്ക് കുറേ ബന്ധുക്കളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയാണ്. പക്ഷേ ഒരു സോഷ്യൽ ലൈഫ് ഉണ്ടോ നമുക്ക്? നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സായിട്ടാണോ കാണുന്നത്? നമുക്ക് നമ്മുടെ ലൈഫ് ഒരു ജനറേഷനാണ് നമ്മൾ, ഐഫോൺ പോലെ. അപ്പം നമുക്ക് നമ്മുടെ കാര്യം, ഞാൻ എൻ്റെ ഭാര്യ, എൻ്റെ കൊച്ച്, എൻ്റെ വീടിൻ്റെ 4 അതിര്. ഞാൻ എൻ്റെ വീടിൻ്റെ അകം വൃത്തിയായിട്ട് സൂക്ഷിക്കും. പക്ഷേ എന്താ സംഭവിക്കുന്നത്? എൻ്റെ ചുറ്റും നടക്കുന്ന, നാട്ടിൽ നടക്കുന്നത്, ഞാൻ പറയാം, ഗവൺമെൻറ്റിൻ്റെ ജോലിയാണ് അല്ലേ, എനിക്ക് ഉത്തരവാദിത്തം ഇല്ലെന്നാണ് ഞാൻ പറയാം. ആ ഒരു ആറ്റിറ്റ്യൂഡാണ് നമുക്ക്. ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് കാരണമാണ് ഇപ്പോൾ ഈ ക്ലൈമറ്റ് ചേഞ്ചും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ രാജ്യവും അവരവരുടെ നീഡ് മാത്രം നോക്കി, പക്ഷേ പ്രകൃതിക്ക് എന്താ സംഭവിക്കുന്നത് നോക്കിയില്ല. പക്ഷേ അൾട്ടിമേറ്റ്ലി നമ്മൾ ഈ പ്രകൃതിയുടെ ഭാഗമാണ് അല്ലേ. അപ്പോൾ ആ കമ്മ്യൂണിറ്റി ഫീല് നമുക്ക് പോയി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതൊക്കെ നമ്മുടെ കുട്ടികളെ ബാധിക്കും. കുറച്ചൊക്കെ അവർക്ക് കിട്ടുന്നത് സ്കൂളിൽ നിന്നാണ്. ആ സ്കൂളാണ് ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞ് കാരണം അടഞ്ഞു പോയത്. ഹെലികോപ്റ്റർ പേരൻറ്റിങ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അമ്മയ്ക്ക് ഫുൾ ടൈം കൊച്ചിനെ കുറിച്ച് മാത്രമാണ് ചിന്ത. കൊച്ച് എവിടെ പോയി, എന്ത് ചെയ്തു, ആരോട് സംസാരിച്ചു. ഇപ്പോൾ ഈ മൊബൈൽ ഫോണിലൊക്കെ ആപ്ലിക്കേഷനൊക്കെ ഉണ്ട് ട്രാക്ക് ചെയ്യാൻ. ഇപ്പോൾ കൊച്ചിന് മൊബൈൽ ഫോൺ കൊടുക്കും. പക്ഷേ എന്തിനാ? ഇവിടെ ഇരുന്നുകൊണ്ട് നോക്കുക കൊച്ചെവിടെയാ, എവിടെ എത്തി, എങ്ങോട്ട് പോയി. അപ്പോൾ ഫുൾ ഓവർ ഇൻവോൾവ് ആണ് കൊച്ചിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഈ ശ്വാസം മുട്ട് കാരണം ഇതേപോലെ കുട്ടികളെ ഇങ്ങനെ കൂട്ടിലിട്ട് വളർത്തി എൻട്രൻസിന് പഠിപ്പിച്ചു. എൻട്രൻസ് കിട്ടി, ഒന്നെങ്കിൽ മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജ്. എന്നിട്ട് എന്ത് സംഭവിക്കും? നേരെ ഓപ്പോസിറ്റ് ആവും. പഠിക്കൂല, ഇതേപോലെ ഡ്രഗ്സ്, കഞ്ചാവ്, വേറെ തരം കൂട്ടുകെട്ട്. കാരണം അവർ നോക്കുമ്പം പേരൻസ് ഭയങ്കര ഇങ്ങനെ കൺട്രോളിങ് ആയിട്ടാണ് അവരെ വളർത്തിയിരിക്കുന്നത്. അവർക്കൊരു ഫ്രീഡം അനുവദിച്ചിട്ടില്ല. അപ്പോൾ നേരെ ഓപ്പോസിറ്റായിട്ട് പോവാം. അപ്പോൾ ഇത്രയും കാലം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയ എൻ്റെ മോൻ ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇത് ചൈൽഡ് അബ്യൂസിനെ കുറിച്ചുള്ള ഒരു ബുക്കാണ്. ലവ്ലിൻ കക്കർ IAS. അവർ IAS 2007 സെൻട്രൽ ഗവൺമെൻറ്റിൽ ഇരുന്ന സമയത്താണ് ഈ ഒരു സർവേ വന്നത്. 2007 ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഏറ്റവും നല്ലൊരു സർവേ ചൈൽഡ് അബ്യൂസിനെ കുറിച്ചുള്ളത് 2007 ഇവൻ ആ സമയത്താണ് 2010 ഇത് എൻ്റെ പേരാണ്, സെബിൻ കുമാർ. 2 പബ്ലിക്കേഷൻ ഉണ്ട് എനിക്ക് ചൈൽഡ് അബ്യൂസിൽ. അപ്പം ഞങ്ങൾ തൃശ്ശൂർ
കോർപ്പറേഷനിൽ പ്രോജക്റ്റ് സമർപ്പിച്ച് സ്കൂളിൽ സർവേ നടത്തി, ഒരു ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കി സർവേ നടത്തി. അപ്പം ഈ ചൈൽഡ് അബ്യൂസ് ഈ കോവിഡിൻ്റെ സമയത്ത് കൂടിയിട്ടുണ്ട്. ഈ ചൈൽഡ് അബ്യൂസ് ഈ ഓൺലൈൻ സംഭവങ്ങൾ വന്നപ്പോൾ കൂടിയിട്ടുണ്ട്. സാർ എന്ത് ക്യാമറ മാറ്റാൻ പറ്റുമോ? മറ്റേ ക്യാമറ. എനിക്കിപ്പോൾ ഞങ്ങൾക്ക് കുറേ ഈ പോക്സോ കേസുകൾ വരും മെഡിക്കൽ കോളേജിൽ, കോടതി അയക്കുന്ന. അതിൽ കുറേ കേസുകളിൽ എങ്ങനെ ഇയാളെ പരിചയപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫേസ്ബുക്ക് റിക്വസ്റ്റ് വന്നു, ഫ്രണ്ട് റിക്വസ്റ്റ് വന്നു, ഹായ് പറഞ്ഞു, അങ്ങനെ പരിചയമായി. പിന്നെ അയാൾ അങ്ങനെ പരിചയമായി, പിന്നെ ആൾ വിളിക്കുന്ന സ്ഥലത്തോട്ട് പെൺകുട്ടി പോയി. അപ്പോൾ അച്ഛനും അമ്മയും ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടിയിട്ട് മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ വാങ്ങിച്ചു കൊടുക്കുന്നു. എന്നിട്ട് അതിനകത്തൂടെ ഫേസ്ബുക്കും ഇങ്ങനെയുള്ള കോണ്ടാക്റ്റ് വരുന്നു, അങ്ങനെ പോകുന്നു. അത് അബ്യൂസ്. അല്ലാണ്ട് തന്നെ വീടുകളിൽ ലോക്ക്ഡൗൺ കാരണം ഈ പെർപെട്രേറ്റേഴ്സുമായിട്ടുള്ള കോണ്ടാക്റ്റ് വരുന്നു, അങ്ങനെ അബ്യൂസ് വരുന്നു, കൂടുന്നു. അപ്പം മൊത്തത്തിൽ ചൈൽഡ് അബ്യൂസ് കൂടിയിട്ടുള്ളതായിട്ട് പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. അഡിക്ഷൻ ഇപ്പോൾ പെൺകുട്ടികളിലും ഈ പല സ്കൂളിൽ നിന്നും എനിക്ക് റിപ്പോർട്ട് കിട്ടുന്നുണ്ട്. പെൺകുട്ടികളുടെ ഈ പറഞ്ഞ ബാത്റൂമിൽ നിന്ന് മദ്യത്തിൻ്റെ കുപ്പി, ചിലപ്പോൾ സിറിഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ പെൺകുട്ടികളെയും ഈ പറഞ്ഞ മാഫിയ ട്രാക്ക് ചെയ്ത് തുടങ്ങി. പ്രത്യേകിച്ച് ഇങ്ങനത്തെ MDMA പോലെയുള്ള ഡ്രഗ്സൊക്കെ. അപ്പോൾ അത് എങ്ങനെയോ അവർ പെൺകുട്ടികളെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ ബയോളജി പറഞ്ഞപ്പം പെണ്ണുങ്ങളുടെ കാര്യത്തിൽ അവരുടെ ബോഡി ഫാറ്റ് കോമ്പോസിഷൻ ഡിഫറെൻ്റ് ആയതുകൊണ്ട് ആണുങ്ങളെക്കാട്ടിലും പവർഫുൾ ആയിട്ടുള്ള എഫക്റ്റ് പെൺകുട്ടികളിൽ വരും. സെയിം എമൗണ്ട് ഉപയോഗിച്ചാൽ, സെയിം എമൗണ്ട് ഓഫ് ആൽക്കഹോൾ അല്ലെങ്കിൽ സെയിം എമൗണ്ട് ഓഫ് ഡ്രഗ് ഒരു പുരുഷനിൽ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും എഫക്റ്റ് ആയിരിക്കും സ്ത്രീയിൽ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് സ്ത്രീകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർ അഡിക്റ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പം സ്ത്രീകൾ കൂടുതലും മദ്യം അഡിക്റ്റ് ആവാത്തത് അവർ ഉപയോഗിക്കാത്തതുകൊണ്ടാണ്. നമ്മുടെ സോഷ്യൽ സർക്കംസ്റ്റൻസ് അത് പ്രിവെൻറ്റ് ചെയ്യും. പക്ഷേ അവർ ഉപയോഗിച്ച് തുടങ്ങിയാൽ അവർ കൂടുതൽ അഡിക്റ്റ് ആവും. അതിൻ്റെ ബയോളജി അങ്ങനെ. ഈ ഇൻഹലൻ്റ് അബ്യൂസ്, പാക്കറ്റിനകത്ത് മറ്റേ ഫെവിക്കോള് അല്ലെങ്കിൽ പെട്രോള് അല്ലെങ്കിൽ ഗ്ലൂ ഇതൊക്കെ ഇങ്ങനെ മണക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ഒരു മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ദമ്പതികളുടെ മകൻ ഒരു ദിവസം 14 വയസ്സുള്ള മകൻ വീട്ടിൽ മരിച്ചു കിടക്കുന്നതായിട്ട് കണ്ടു. ഈ പ്ലാസ്റ്റിക് കുടുങ്ങിപ്പോയിട്ട്. അപ്പം ഇതിങ്ങനെ തല വഴി ഇങ്ങനെ മൂടിയിട്ടാണ് ശ്വസിക്കുന്നതേ. അപ്പം അതങ്ങനെ തൊണ്ടയിൽ പോയിട്ട് ബ്ലോക്കായി കഴിഞ്ഞാൽ ശ്വാസം മുട്ടി മരിക്കും. ഇപ്പം നമ്മൾ അറിയണ്ടാവില്ല ചിലപ്പോൾ നമ്മുടെ മക്കൾ ഉപയോഗിക്കുന്നത്. ഇപ്പം കഞ്ചാവ് ഉപയോഗിക്കുന്നത് എങ്ങനെ അറിയും കുട്ടികൾ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടോയെന്ന്? കണ്ണ് ചുമക്കും. അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്യും? ഐ ഡ്രോപ്സ് ഒഴിക്കും. അപ്പോൾ പലയിടത്തും ഈ കഞ്ചാവൊക്കെ ഉണ്ടെന്ന് മനസ്സിലാകുന്നത് ഐ ഡ്രോപ്സിൻ്റെ വിൽപ്പന കൂടുമ്പോഴാണ്. എൻ്റെ എക്സൈസിലെ കോൺടാക്ട്സ് പറഞ്ഞു തന്നു. പക്ഷേ ഇപ്പോൾ സിന്തറ്റിക് കനാബിനോയിഡ്സ് ഓൺലൈൻ അവൈലബിൾ ആണ്. ഇപ്പോൾ എല്ലാം ഓൺലൈൻ ആണല്ലോ. ആമസോൺ ഓൺലൈൻ കിട്ടും. എന്ത് ചെയ്യും? ഈ ഓൺലൈനായിട്ട് വീട്ടിൽ പാക്കറ്റായിട്ട് കൊണ്ടുപോയി കൊടുക്കും. എന്താണ്ടൊക്കെയുണ്ട്. അപ്പം നാച്ചുറൽ കനാബിസിനെക്കാട്ടിലും 100 മടങ്ങ് പൊട്ടൻ്റാണ് സിന്തറ്റിക് കനാബിസ്. ഇത് എവിടെ നിന്ന് എനിക്ക് തോന്നുന്നു മേ ബി കുറേയൊക്കെ ചൈനീസ് ആയിരിക്കും. ഓപ്പിയം വാർന്ന് കേട്ടിട്ടുണ്ടോ? ഓപ്പിയം യുദ്ധങ്ങൾ. എന്താണ് ഓപ്പിയം യുദ്ധങ്ങൾ? ബ്രിട്ടീഷുകാർ ചൈനയെ അവരുടെ വരുതിയിലാക്കാൻ വേണ്ടി മനഃപൂർവ്വം അവിടെ ഓപ്പിയത്തിൻ്റെ സെയില് കൂട്ടി. അപ്പോൾ ചൈനയുടെ യുവാക്കളൊക്കെ കുറേ ഓപ്പിയത്തിൻ്റെ അഡിക്റ്റായി പോയി. അവർ മനഃപൂർവ്വം ബ്രിട്ടീഷുകാർ ചെയ്തതാണ്. അതുപോലെ ഈ മനഃപൂർവ്വം ഈ ചൈനയോ അല്ലെങ്കിൽ മറ്റ് ടെററിസ്റ്റ് ഓർഗനൈസേഷൻസോ ചെയ്യുന്നുണ്ടോ എന്നെനിക്ക് അറിഞ്ഞൂടാ. കാരണം ഈ കെമിക്കൽസൊക്കെ ഉണ്ടാക്കാൻ ഇപ്പോൾ ടെക്നോളജി ഉണ്ട്. ഇപ്പോൾ ടെക്നോളജി പലതും ചീപ്പായി. അപ്പോൾ ഈ സിന്തറ്റിക് കനാബിനോയിഡ്സ്, സിന്തറ്റിക് ആംഫിറ്റമിൻ ഇതൊക്കെ വേണമെങ്കിൽ ഒരു ചെറിയൊരു ഫാക്ടറി ഉണ്ടെങ്കിൽ ഉണ്ടാക്കാം. ഇതിന് ഭയങ്കര പ്രോഫിറ്റ് ആയിരിക്കും. ഈ കഞ്ചാവിൻ്റെ സെയിൽ അങ്ങനെയാണല്ലോ. ഈ കഞ്ചാവ് ഉണ്ടാക്കുന്ന കാട്ടിൽ 1 കിലോയ്ക്ക് 100 രൂപയോ 1000 രൂപയാണെങ്കിൽ 1 കിലോയ്ക്ക് ചിലപ്പോൾ 1000 രൂപയായിരിക്കും ഉണ്ടാക്കുന്ന ആ സ്ഥലത്ത്. പക്ഷേ ഇവിടെ വരുമ്പം 50 ഗ്രാമിന് 500 രൂപ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും കൊടുക്കുന്നില്ലേ? ഭയങ്കര പ്രോഫിറ്റാണ്. അഡിക്ഷൻ, ഇൻ്റർനെറ്റ് അഡിക്ഷൻ. അപ്പോൾ ഈ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഡ്രഗ്സ് മാത്രമല്ല, ഇതും അപ്പോൾ ഇതാണ് അഡിക്ഷൻ്റെ കോർ. എപ്പോഴാണ് നമ്മൾ ഒരാൾ അഡിക്റ്റാന്ന് പറയുക?
2 C, 2 T, 2 P. ഈ 6 എണ്ണത്തിൽ 3 എണ്ണം ഉണ്ടെങ്കിൽ ഒരാൾ അഡിക്റ്റാന്ന് പറയാം. ഇപ്പം നമുക്ക് മദ്യത്തിൻ്റെ കാര്യം എടുത്താൽ ഒരാൾ അഡിക്റ്റ് ആണെങ്കിൽ 1 ക്രേവിങ്, ആൾക്ക് കുടിക്കണമെന്ന് തോന്നും. 2 ലോസ് ഓഫ് കൺട്രോൾ. ലോസ് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താ? സാഹചര്യത്തിനനുസരിച്ച് കൺട്രോൾ ചെയ്യുക. ഇപ്പം നിങ്ങളുടെ ഒരു ഒഫീഷ്യൽ ഫംഗ്ഷനാണ്, മദ്യമുണ്ട്, പക്ഷേ ഒരുപാട് കുടിച്ച സീൻ ആകരുത്, ഇല്ലേ? കാരണം സീനിയർ ഓഫീസേഴ്സൊക്കെ ഉണ്ട്. ആ ഒരു കൺട്രോൾ വേണം. അല്ലെങ്കിൽ തിരിച്ച് ഡ്രൈവ് ചെയ്യണം. ഇപ്പം എറണാകുളത്ത് നടന്ന അപകടം, ഡ്രൈവർ മദ്യപിച്ചിട്ട് അത് പറയണു. അപ്പോൾ ഞാൻ ഡ്രൈവറാണെങ്കിൽ ഞാൻ മദ്യം കഴിക്കാണ്ടിരിക്കണം, പക്ഷേ എനിക്ക് അഡിക്റ്റ് ആണെങ്കിൽ നിയന്ത്രിക്കാൻ പറ്റില്ല. അതാണ് ലോസ് ഓഫ് കൺട്രോൾ. പിന്നെയുള്ളൊരു ടോളറൻസ്. ടോളറൻസ് എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്ന അളവ് കൂടി വരിക. ആദ്യം ബിയർ, പിന്നെ ഹാർഡ് ലിക്കർ, 30, 60 അങ്ങനെ കൂടി വരും. പിന്നെ വിഡ്രോവൽ സിംറ്റം. മദ്യത്തിൻ്റെ സംബന്ധിച്ചിടത്തോളം ട്രെമറാണ്. അഡിക്റ്റ് ആണെങ്കിൽ ആൾ മദ്യം കഴിച്ചില്ലെങ്കിൽ കൈ വറയ്ക്കാൻ തുടങ്ങും. അപ്പം അവസാനം പ്രൈമസിയും പെർസിസ്റ്റൻസും. പ്രൈമസി എന്ന് പറഞ്ഞാൽ മദ്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി മാറുന്നു. പെർസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടെങ്കിലും പിന്നെ ഉപയോഗിക്കുന്നു. ഇത് ഇൻ്റർനെറ്റിലും മൊബൈൽ ഫോണിലും ബാധകമാണ്. ഇപ്പം നമ്മൾ വീഡിയോ ഗെയിം അല്ലെങ്കിൽ ഫോൺ അഡിക്ഷൻ ആണെങ്കിൽ ക്രേവിങ്, എപ്പോഴും ഈ കുട്ടിക്ക് അടുത്ത ഗെയിം കളിക്കണം എന്നുള്ള തോന്നലായിരിക്കും. ലോസ് ഓഫ് കൺട്രോൾ, പരീക്ഷയൊക്കെ വരുന്നു പക്ഷേ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. വിഡ്രോവൽ കാര്യമായിട്ടുണ്ടാവില്ല. ടോളറൻസ്, ഫോൺ ഉപയോഗിക്കുന്നതിൻ്റെ ഗെയിം കളിക്കുന്നതിൻ്റെ സമയം കൂടി വരുന്നു. പെർസിസ്റ്റിംഗ് ഡിസ്പൈറ്റ് കോംപ്ലിക്കേഷൻ, ഈ കുറേ സമയം ഇങ്ങനെ പോയി എന്നാലും നിർത്തുന്നില്ല. ആൻഡ് പ്രൈവസി, എപ്പോഴും ഇതിനെക്കുറിച്ചുള്ള ചിന്തയാണ്. ഇതിൽ 3 എണ്ണം ഉണ്ടെങ്കിലാണ് നമ്മൾ അഡിക്ഷൻ എന്ന് പറയാം. അപ്പോൾ ഞാൻ ഏതാണ്ട് ക്ലാസ് നിർത്താൻ പോവാണ്. നമ്മൾ കുറേ കാട് കീറി അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ സ്ഥാനത്തിലോട്ടൊന്നും വിശദമായിട്ട് പോകാൻ പറ്റുന്നില്ല. ഇത് അഡിക്ഷൻ്റെ പുറകിലുള്ള ബയോളജിയാണ്. ഈ ഒരു റിവാർഡ് പാത്ത് ഉള്ളത് കൊണ്ടാണ് നമ്മൾ അഡിക്റ്റ് ആവുന്നത്. അത്രയും മാത്രം മനസ്സിൽ വെച്ചാൽ മതി. ഇതുകൊണ്ടാണ് നമ്മൾ അഡിക്റ്റ് ആവുന്നത്. ഈ സോഷ്യൽ ഡൈലമ എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്ററി ഉണ്ട് നെറ്റ്ഫ്ലിക്സിൽ. അതെങ്ങനെയാണ് യുവാക്കളെ ഇൻ്റർനെറ്റ് അഡിക്റ്റ് ആക്കുന്നതിനെ കുറിച്ചാണ്. പിയർ പ്രഷറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, ഡൗട്ടില്ലല്ലോ. സോഷ്യൽ ലേണിംഗ് എഗെയിൻ നമുക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ. കുട്ടികളുടെ പേഴ്സണാലിറ്റി, 3 തരത്തിലുള്ള പേഴ്സണാലിറ്റികളുണ്ട്. എഗെയിൻ നമുക്ക് വിശദമായിട്ട് പോകാനായിട്ട് സമയമില്ല. അഡ്വർടൈസ്മെൻറ്റ്, പലരും കുട്ടികളെ ടാർഗറ്റ് ചെയ്തിട്ടാണ് അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടാക്കുന്നത്. കാരണം കുട്ടികളെ സ്വാധീനിച്ചാൽ പേരൻസിനെ സ്വാധീനിക്കാം. അതും കുട്ടികളുടെ സൈക്കോളജീനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ചൈൽഡ് സൂയിസൈഡ്, ബ്ലൂ വെയിൽ, അതുപോലത്തെ ഗെയിമുകൾ, മോമോ, ഇത് ഈ പറഞ്ഞ പോലെ വേറൊരു അപകടമാണ്. ഇപ്പം ഈ പ്രണയ നൈരാശ്യം. പണ്ടൊക്കെ ആണെങ്കിൽ പ്രണയ നൈരാശ്യം വന്നാൽ ഇയാൾ പോയി സൂയിസൈഡ് ചെയ്യത്തേ ഉള്ളായിരുന്നു. പക്ഷെ ഇപ്പം പെൺകുട്ടീനെ കുത്തിക്കൊല്ലും. ഇപ്പം അതാണ് പുതിയ ട്രെൻഡ്. അപ്പം ഇതെന്തുകൊണ്ടുണ്ടാവുന്നു? സ്ത്രീ പുരുഷ ബന്ധം, ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു ബന്ധം നമ്മൾ സ്കൂളുകളിൽ ഉണ്ടാക്കുന്നുണ്ടോ? അതുക്കും മേലെ. അപ്പോൾ ഫൈനൽ നമ്മൾ തുടങ്ങിയത് ഇതിൽ നിന്നാണ് അല്ലേ, കള്ളനും പോലീസും. അപ്പം നിങ്ങളുടെയൊക്കെ അതിൻ്റെ ലാസ്റ്റ് സ്ലൈഡായിരുന്നു, പുറകോട്ട് പോകാം. ലാസ്റ്റ് സ്ലൈഡ്. ലാസ്റ്റ് ഇതും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുക. ഞാൻ CMC പാസ് ഔട്ട് ആകുമ്പം നമുക്ക് എല്ലാവർക്കും തരുന്നതാണത്. അതിന് മുന്നേ ഉണ്ട് ഇത് സെറനിറ്റി പ്രെയർ. നമുക്ക് ചുറ്റും കുറേ പ്രോബ്ലംസും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാനൊന്നും പറ്റില്ല. നമുക്ക് ചിലത് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുക, മറ്റത് നമ്മുടെ കൺട്രോളിലല്ല. ഇത് തമ്മിൽ തിരിച്ചറിയണമെങ്കിൽ ദ ഹയർ പവർ, ഞാൻ ഏത് ഹയർ പവറിൽ വിശ്വസിക്കുന്നതൊക്കെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. അപ്പോൾ ആ ഒരു ഹയർ പവർ നമുക്കൊക്കെ വിസ്ഡം തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.